അദ്ദേഹത്തെ പറ്റിയിട്ട് അദ്ദേഹം യെസ് സോ വെൽക്കം. അപ്പൊ ഇന്ന് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വരുന്നത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഐ എം ഷുവർ ഞാൻ ഈ ഇദ്ദേഹത്തിന്റെ ഒരു സെഷൻ ബോംബെ ഓർഗനൈസേഷന് വേണ്ടി നടത്തിയ സമയത്ത് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിന് ശേഷം സത്യം പറഞ്ഞാൽ വേറൊന്നും ഒരു എക്സ്ക്യൂസ് ഒന്നും തന്നെ പറയാൻ ബാക്കി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. നിങ്ങൾ വിജയിക്കാൻ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പറയുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളോ നിങ്ങളുടെ ഓർഗനൈസേഷനിലോ ഏതെങ്കിലും വ്യക്തികൾ പറയാണ് എനിക്ക് പല കാരണങ്ങൾ കൊണ്ട് വിജയിക്കാൻ സാധിക്കുന്നില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ യുനോ നിങ്ങൾക്ക് ഉണ്ടാകുന്നതിനേക്കാളും കൂടുതൽ കാരണം ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ വരുന്നത്. പക്ഷെ നമ്മളൊക്കെ ചിന്തിക്കുന്നതിന് അതീതമായിട്ടുള്ള സക്സസ് ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇറ്റ്സ് നൺ അതർ ദാൻ സലീം സർ ഫ്രം ഹൈദരാബാദ്, DUCD. കോവിഡ് സമയത്ത് DUCD ക്വാളിഫൈ ചെയ്യാൻ നമ്മളെയൊക്കെ കണ്ണിഞ്ചിപ്പിക്കുന്ന ഒരു ഇൻകം കൂടി. ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, എത്ര പേര് വാച്ച് ചെയ്തു എന്നുള്ളത് എനിക്കറിയില്ല, ഞാൻ കുറെ പേർക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റോറിയിൽ അദ്ദേഹം വാങ്ങിച്ചിട്ടുള്ള എല്ലാ ഇൻകങ്ങളും പോലും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. സോ അത്രയും ഒരു മാസീവ് ആയിട്ടുള്ള മാറ്റം ലൈഫിലും വളരെയധികം ഓൾ ഇന്ത്യ ലെവലില് ഒരു ഇൻസ്പയറിംഗ് പേഴ്സണാലിറ്റിയാണ്. സോ ഐ എം നോട്ട് ടേക്കിംഗ് മച്ച് ടൈം, കാരണം ഡെഫിനറ്റ്ലി നമുക്ക് ഈ സമയത്ത് ട്രാൻസ്ലേഷൻസ് കുറച്ച് വേണ്ടി വരും. അദ്ദേഹം ഹിന്ദിയിലായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക, ഞാനത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ടാവും. ഇവിടെ ഇരിക്കുന്ന എല്ലാ വ്യക്തികളും മാക്സിമം മനസ്സ് തുറന്നിരിക്കണം. ഇദ്ദേഹത്തിന്റെ സ്റ്റോറി നിങ്ങൾ കേട്ടതുകൊണ്ട് കാര്യമില്ല, ഉൾക്കൊള്ളണം. ട്രസ്റ്റ് മീ, നിങ്ങളൊരു മേഖലയിൽ ഉണ്ട് എന്നുള്ളതുകൊണ്ട് നിങ്ങൾ വിജയിക്കില്ല. നിങ്ങൾ വിജയിക്കണം എന്നുണ്ടെങ്കിൽ അതിലുള്ള എല്ലാ കാര്യവും ശരിയായ രീതിയിൽ ഉൾക്കൊള്ളാൻ സാധിച്ചാൽ മാത്രമേ നമുക്കൊരു സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഞാൻ അധികം സമയം എടുക്കുന്നില്ല. ലെറ്റ് മീ ഇൻവൈറ്റ് സലീം സർ. सलीम सर, आपका हार्दिक स्वागत है इस प्लेटफॉर्म में. मैंने अभी तक जो बताया मुझे पूरा यकीन है कि आपको पूरा समझ नहीं आया होगा. yes no? yes. आप जब हाँ तो डेफिनेटली आपके एक आज एडवांटेज है, बिकॉज ये आपके लिए एक मलयालम सीखने का अनोखा मौका हो रहा है. डेफिनेटली मैंने आपको बताया कि आपका स्टोरी बहुत लोगों का जिंदगी आज बदलेंगे. तो फर्स्ट मैं वेलकम करता हूं आपको, एंड सेम टाइम मैं आपको धन्यवाद कहता हूं कि आप यहाँ पे हो. एंड सेम टाइम ओवर टू यू. आप जब भी आप थोड़ा पोस्ट करोगे मैं उस वक्त यहाँ पे ट्रांसलेट करूंगा, ठीक है? ओके सर, ओवर टू यू. यस. सभी लीडर्स को गुड मॉर्निंग या गुड इवनिंग. हाय सर, गुड इवनिंग. या श्रीदास सर, एक टाइम एक साइड आसपास में बैठते थे, जब गोकर्ण में आते थे दिल्ली मैपल एमराल्ड में. तो वेरी नाइस. सो फ्रेंड्स, सभी को गुड इवनिंग. मेरा नाम सलीम है, मैं हैदराबाद में रहता हूँ. इस बिजनेस में आने से पहले और मैं शमशाबाद एयरपोर्ट में मेरा प्रोफेशन मैं कैब चलाता था. फिर उसके साथ साथ 4 साल वहां पे करा. उसके बाद फिर मैं ट्रैवल्स का बिजनेस शुरू करा. ट्रैवल्स का बिजनेस शुरू करने के बाद वहां पे ट्रेडिशनल मार्केट में बहुत बड़ा नुकसान हुआ. वो पूरा मैं अभी आपको क्लियरली PPT के थ्रू बताऊंगा, राइट? तो मैं आज एक ही आपसे बोलना चाहता हूं, अगर ये कंप्लीट सुनने के बाद अगर आप डिसीजन लेते हैं तो आने वाले 1 साल के अंदर भी आप DUCD बन सकते हैं. 1 साल के अंदर DUCD बन सकते हैं, क्योंकि मैं आपको बताऊंगा, स्क्रीन शेयर करूंगा. तो ഓക്കെ, ഇദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹത്തിന്റെ സ്റ്റോറി ഹൈദരാബാദിൽ നിന്നാണ്. പേര് സലീം. ഇദ്ദേഹം അവിടുത്തെ എയർപോർട്ടിൽ ക്യാബ് ഡ്രൈവർ ആയിരുന്നു. അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ ലൈഫിനായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇവിടെ നിന്ന് പറയുന്ന കാര്യങ്ങൾ, ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ സീരിയസ് ആയിട്ട് ഡിസിഷൻ എടുത്ത് സീരിയസ് ആയിട്ട് തീരുമാനമെടുത്താൽ 1 കൊല്ലം കൊണ്ട് നിങ്ങൾക്കും DUCD ആകാം. ഈ പറയുന്നതെല്ലാം PPT വഴി നിങ്ങളുടെ അടുത്ത് അദ്ദേഹം എന്ത് ചെയ്തു, എങ്ങനെ വിജയിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന്റെ സ്റ്റോറി നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടാവും. ഓക്കെ. यस, 1 सेकंड, PPT शेयर नहीं हो रहा है. तो शेयर हो रहा है, फुल स्क्रीन नहीं हुआ है. हाँ, वो आगे मूव नहीं हो रहा है सर. 1 सेकंड. हाँ. चेक. हाँ, यस, क्लियर. once.
या ओके या फ्रेंड्स, आप देख सकते हैं मैं जब हैदराबाद एयरपोर्ट में, शमशाबाद एयरपोर्ट में कैब चलाता था, उस टाइम का ये मेरा फोटो है। ये मेरे सारे दोस्त हैं, हम एक साथ गाड़ी चलाते थे। तो हम आज एक कैब ड्राइवर से लेके हम यहाँ पे विनिंग टीम में DUCD लेवल तक पहुंचे हैं। आज हमारी लाइफ पूरी कंप्लीटली बदली है। मगर उससे पहले आज आपको दिख रहे हैं कि एक सूट बूट पहन के एक DUCD में दिख रहा हूँ, मगर उसके पीछे जो सीक्रेट है, जो आज सक्सेस का सीक्रेट है, वो मैं आपको आज बताने जा रहा हूँ। राइट? यस, नहीं, यस सर, आपका। ഓക്കെ, മുമ്പ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഒരാളെ സൂട്ടും കോട്ടും ഇട്ടൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും, പക്ഷെ പ്രത്യേകം മനസ്സിലാക്കുക ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ എന്റെ ജീവിതത്തിന്റെ രണ്ട് ഭാഗങ്ങളാണ് കാണുന്നത്, എന്റെ പഴയ ജീവിതവും പുതിയ ജീവിതവും. ഈ വെസ്റ്റീജിൽ വന്നതോടുകൂടി എന്റെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ എല്ലാ രഹസ്യങ്ങളുമാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. യെസ് സർ. यस सर, तो आप देख सकते हैं यहाँ पे जब मैं पैदा हुआ था तो मैं बहुत गरीब फैमिली से था। मेरे फादर 3 साल के उम्र में एक्सपायर हो चुके थे। मैं और मेरे भाई 2 लोग थे। हमारे मम्मी ने हमको गांव में छोटा मोटा काम करके, घरों में बर्तन धो के और गांव में मजदूरी करके हमको पाल पोस के बड़े करे हैं। तो बहुत छोटे उम्र में था मैं, 3 साल की उम्र में हमारे फादर एक्सपायर हो गए थे। तो मैं 7th क्लास तक पढ़ा था, मगर 7th क्लास तक भी बहुत मुश्किल से पढ़ा। लगभग मैं 6th क्लास तक जब पढ़ रहा था तो फाइनेंशियली बहुत परेशानी हो रही थी, खाने की भी परेशानी हो रही थी। तो उस टाइम पे मैं न्यूज़पेपर डालने का काम शुरू करा। 150 रुपीज की मेरी सैलरी होती थी। सुबह 3 बजे उठ के जाकर मैं लगभग 14 किलोमीटर साइकिल पे घूम के 3-3 फ्लोर चढ़ के मैं न्यूज़पेपर डालता था। फिर उसके बाद स्कूल के टाइम तक मैं साइकिल पे घर पहुंच के रेडी होके, जब स्कूल जाने के लिए रेडी होके खाना खाने के लिए गए, तो जब हमारे पास खाना होता था मगर करी नहीं होता था, हमारी मम्मी को पूछता था का सब्जी नहीं बनाए, तो बोले पैसा नहीं है बेटा, जो भी मिर्ची है जो वो खा के आप चले जाओ, ऐसा बोलते थे। तो उस टाइम पे हम सही कपड़े भी नहीं होते थे पहनने के लिए। तो उस टाइम पे मैं डिसीजन लिया हूँ, राइट? तो अगर मेरे को कुछ करना पड़ेगा, क्योंकि मेरे पापा तो नहीं है, मेरे पेरेंट्स तो, मेरे पापा नहीं है जो मेरे को हेल्प करने के लिए, तो मेरे को बहुत मुश्किल से 6th क्लास तो न्यूज़पेपर डाला हूँ। फिर 7th क्लास, 2nd क्लास में पास हुआ हूँ, मगर मजबूरन मेरे को स्कूल बंद करना पड़ा। यस सर। വളരെയധികം ഹൈദരാബാദിലെ വളരെയധികം ദരിദ്രമായിട്ടുള്ള ഒരു കുടുംബത്തിലാണ് ജനിച്ചത്. നിർഭാഗ്യവശാൽ 3-ാമത്തെ പ്രായത്തിൽ 3 വയസ്സ് എത്തുമ്പോൾ തന്നെ അച്ഛൻ മരണപ്പെട്ടു. അമ്മ വീട് ജോലിക്ക് പോയിട്ടും പല സ്ഥലങ്ങളിൽ അടിച്ചു വാരിയിട്ടൊക്കെ കിട്ടുന്ന കാശ് കൊണ്ടാണ് ഇദ്ദേഹത്തിനെയും ഇദ്ദേഹത്തിന്റെ ബ്രദറിനെയും വളർത്തിയത്. അപ്പൊ ഇദ്ദേഹം പഠനം അധികം ഇല്ല, 7ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. 7ാം ക്ലാസ് പാസ്സായെങ്കിലും അടുത്ത 8ാം ക്ലാസ്സിലേക്ക് പോകാനുള്ള സാമ്പത്തികം കുടുംബത്തിന് ഉണ്ടായിരുന്നില്ല. ഇദ്ദേഹം 6ാം ക്ലാസ് വരെ എത്തുമ്പോഴത്തേക്കും വീട്ടില് ഭക്ഷണം വരെ ബുദ്ധിമുട്ടായി എന്നുള്ളത് കൊണ്ട് അദ്ദേഹം തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ ജോലി എന്ന് പറഞ്ഞാൽ വീടുകളിൽ പേപ്പർ ലിഡറാണ്. ഏകദേശം ഈ 14-24 കിലോമീറ്റർ സൈക്കിളിൽ ചവിട്ടി പല വീടുകളിൽ കൊടുത്തിട്ടാണ് 150 രൂപ ഇദ്ദേഹത്തിന് സാലറി ആയിട്ട് കിട്ടിയിരുന്നത്. ഇത്തരം പണിയെടുത്തിട്ട് വീട്ടിലെത്തിയിട്ട് ഭക്ഷണം ചോദിച്ചു കഴിഞ്ഞാല് അവര് പറയാ വീട്ടില് ചോറുണ്ടാവും പക്ഷെ കറി ഉണ്ടാവില്ല. അപ്പൊ അമ്മ കറി ഉണ്ടാക്കിയില്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നത് ഇന്ന് ചോറ് ഉപ്പിലിട്ടത് അഥവാ മുളക് ഉപ്പിലിട്ടത് കൂട്ടി കഴിക്ക്, ഇന്ന് ഇത് മതി എന്ന് പറഞ്ഞിട്ട് അത് കഴിച്ചിട്ടാണ് ഒരു നല്ലൊരു ഡ്രസ്സ് ധരിക്കാൻ പോലും ഉണ്ടായിരുന്നില്ല. 7ാം ക്ലാസ് വരെ തന്നെ ജീവിച്ചത് ഇതേപോലെയാണ്. ജി സർ. तो जब मैं पहली बार जब स्कूल बंद करा हूं, तो पहली बार जब BDL, एक भारत डायनामिक्स लिमिटेड है जो हमारे गांव के बाजू में 3 किलोमीटर पे है, वहां पे जो मैं अभी काम, जो मिशन दिख रहा है ग्राइंडिंग, सरफेस ग्राइंडिंग मशीन है, वहां पे मैं पहली बार जॉब पे गया था। वहां पे मेरी सैलरी जो 450 रुपीज की थी। यहाँ पे भी कुछ साल काम करा मैं। अभी यहाँ पे काम करते करते फिर मैं इसके बाद वापस, मतलब जब 450 रुपीज है तो मेरा मेरा एक ही होता था, कहीं पे भी अगर मेहनत ज्यादा हुआ परवाह नहीं, 100-200 रुपए अगर ज्यादा मिल रहा है तो मैं वहां पे शिफ्ट करने की कोशिश करता था। कहीं एक जगह कंफर्ट में बैठ नहीं बैठता था। तो फिर इसके बाद मैं वापस करते करते एंसिलरी में करने के बाद आप देख सकते हैं यहाँ पे जो फोटो दिख रहा है ब्लू कलर का, जो मैं कपड़े पहना हो, तो उस टाइम पे मैं कपड़े भी जब सेकंड हैंड के कपड़े लाके पहनता था, क्योंकि हमारी सैलरी प्रॉपर 450 रुपीज थी, तो बहुत गरीब फैमिली से थे। तो शर्ट जो है ये सेकंड हैंड का मैं शर्ट खरीद के पहनता था इस तरीके से। मतलब जो कंपनी के ओनर के बेटे का बर्थडे था, उस बर्थडे में मैं ये कपड़े, ऐसा ड्रेस पहनता था मैं, राइट? तो यस। ओके,
മുമ്പ് ഞങ്ങളൊരു മെഷീന്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോ കണ്ടു. അത് അദ്ദേഹം പഠനം നിർത്തിയതിനു ശേഷം അദ്ദേഹവും അദ്ദേഹത്തിന്റെ ബ്രദറും കൂടിയിട്ട് ജോലിയിൽ ചേർന്നതാണ്. ജോലിയിൽ ചേർന്നപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ശമ്പളം 450 രൂപയാണ് ഒരു മാസം. അപ്പൊ ഇദ്ദേഹം പണി കൂടിയാലും കുഴപ്പമില്ല, സ്വതവേ നമ്മൾ ചെയ്യാറുണ്ട്, ഒരു ജോലിയിൽ കിട്ടിക്കഴിഞ്ഞാൽ പണി കൂടിയാലും കുഴപ്പമില്ല, ശമ്പളം എങ്ങനെയും കൂട്ടണം എന്നാണ് ചിന്തിക്കുക. അതേ രീതിയിൽ തന്നെ ശമ്പളം കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് പണി കൂടുതൽ എടുക്കാൻ, എത്ര വേണമെങ്കിലും പണിയെടുക്കാൻ തയ്യാറായിരുന്നു. കാരണം 450 രൂപ കൊണ്ട് എവിടെയും എത്തിയിരുന്നില്ല. ഈ കാണുന്ന ഫോട്ടോ, ഇതില് സ്ക്വയറിൽ കാണുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ മുതലാളിയുടെ മകന്റെ ബർത്ത്ഡേ പാർട്ടി വന്നിട്ടാണ്. അത് ഇട്ടിരിക്കുന്ന ഡ്രസ്സ് പോലും സെക്കൻഡ് ഹാൻഡ് ഷർട്ടാണ്. നമുക്ക് ഫീൽ ചെയ്യും, സെക്കൻഡ് ഹാൻഡ് ഷർട്ടുകൾ വാങ്ങിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പൊ അങ്ങനത്തെ ഷർട്ട് വാങ്ങിച്ചിട്ടാണ് പാർട്ടിക്ക് പോലും വരാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുള്ളത്. യെസ് സർ. तो यहाँ पे आप देख सकते हैं दशहरे के टाइम पे जो मैं कंपनी में काम करता था, वहां पे पूजा होता है ना, जो लक्ष्मी पूजा, उस टाइम का ये फोटो है। मैं उस टाइम पे वो कंपनी में काम करता था, कम से कम 5-6 साल वहां पे मैं काम करा। और मैं सबसे इम्पोर्टेंट बात आपको जो बताने जा रहा हूँ, ये जो फोटो है, मेरे जो प्रॉपर गांव है, वो गांव में ये हमारा घर है, राइट। प्रेजेंट हमारा जो पहले घर था, मगर आपको ये फोटो इसलिए बता रहा हूँ मैं। यहाँ पे आप देख सकते हैं ये जो 4 पहिए की जो बंडी दिख रही है ना, यहाँ पे ये जो बंडी है, मैं और हमारे भाई दोनों थे, जो मेरे से बड़े भाई है। और ये मेरे बड़े भाई इसको, वो भी स्कूल नहीं जाते थे, तो वाइन्स जो होता है ना, दारू पीने का वाइन्स, वहां पे ये बंडी के ऊपर वो मतलब फिश या मिर्ची या एग ऐसा कुछ वो सेल करते थे, राइट। मगर मैं वही वाइन्स में ग्लास धोने का काम करता था पार्ट टाइम में, स्कूल जाके आकर, मतलब स्कूल जाके आके, मतलब जब स्कूल से बंद करने से पहले स्कूल जाके आके फिर इवनिंग में पार्ट टाइम पे वही वाइन्स में मैं ग्लास धोने का भी काम करता था। मैं इसलिए फोटो बता रहा हूँ, यहाँ पे जो बंडी दिख रही है, राइट। इस ऐसा सिचुएशन था जब मैं बड़ा हो रहा था। यस यस सर। കുറച്ചധികം കൂടുതൽ പേരുടെ കൂടെ ഇരിക്കും. ആ കമ്പനിയിൽ 150 രൂപ ശമ്പളമുള്ള കമ്പനിയിൽ അദ്ദേഹം 6-7 കൊല്ലത്തോളം പ്രവർത്തിച്ചു. ഈ ഫോട്ടോയിൽ കാണുന്ന അദ്ദേഹത്തിന്റെ ഗ്രാമത്തിലുള്ള ഫോട്ടോ. അദ്ദേഹം തുടക്കത്തിൽ ഗ്രാമത്തിലാണ് ഉണ്ടായിരുന്നത്. ഇദ്ദേഹത്തിന്റെ വീടാണിത്. ഇങ്ങനത്തെ ഒരു വീട്ടിലാണ് താമസിച്ചിരുന്നത്. ആൻഡ് സെയിം ടൈം അടുത്തൊരു ചെറിയൊരു ഉന്തുവണ്ടി കാണുന്നുണ്ട്. ഈ ഉന്തുവണ്ടി ബേസിക്കലി ഷാപ്പുകളുടെ പുറത്ത് ഈ മീൻ കറി, ചിക്കൻ, അങ്ങനത്തെ കറികളൊക്കെ വിൽക്കാൻ വെക്കുന്ന ആളുണ്ട്. അപ്പോ ഇദ്ദേഹം പഠനം നിർത്തി അതേ സമയത്ത് തന്നെ ഇദ്ദേഹത്തിന്റെ ബ്രദറും നിർത്തി. ബ്രദറാണ് ഉന്തുവണ്ടി ഹാൻഡിൽ ചെയ്തിരുന്നത്. ഉന്തുവണ്ടി കൊണ്ടുപോവുകയും അതിൽ സാധനങ്ങൾ വിൽക്കുക, ഷാപ്പുകളുടെ പുറത്ത് ഇരുന്നിട്ട് അവർക്ക് അതിന് കൂടെ കഴിക്കാനുള്ള കറിയൊക്കെ നോക്കിയിരുന്ന അങ്ങേരാണ്. ഈ സലീം ഭായി പഠിക്കുന്ന സമയത്ത് തന്നെ സ്കൂള് വിട്ടു വന്നിട്ട് ഈ ഷാപ്പില് ആൾക്കാർ കുടിച്ച ഗ്ലാസ് കഴുകാനും ബാക്കിയുള്ളതിനും പാർട്ട് ടൈം ആയിട്ടും വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. जी सर। तो यहाँ पे देख सकते हैं, मैं उसके बाद जब बीडीए लैंसलेर में काम करना शुरू करा पार्ट टाइम में, फिर उसके बाद और थोड़ा एक्स्ट्रा सैलरी के लिए मैं हैदराबाद में हमारे गांव के बाजू में एक मुर्गी फार्म ओपन हुआ था, मारुति हैचरीज लिमिटेड। तो वहां पे मैं मुर्गी फार्म में डेली लेबर जैसा डेली 50 रुपीज मिलता था, वीकली पेमेंट होता था 350 रुपीज। मैं मुर्गी फार्म में भी काम करा हूँ। मुर्गी वहां पे काम करते करते फिर वहां पे मैं एक ट्रैक्टर थी, वो ट्रैक्टर पे ड्राइविंग भी सीखा हूँ। मतलब ड्राइविंग सीखा था, मगर वो ट्रैक्टर के ऊपर ड्राइवर भी करा हूँ, लेबर का काम भी करा हूँ। सब कुछ काम मैं वहां पे मुर्गी फार्म में करता था। मेरी बहुत ज्यादा मेहनत करता था, मगर डेली का 50 रुपीज के हिसाब से मिलता था। मुर्गी फार्म में भी मैं काम करा। मैं कहीं एक जगह बैठता नहीं था, जहाँ पे थोड़ा ज्यादा मिलता तो वहां पे शिफ्ट करने की कोशिश करता था। പ്രതിമാസം 450 രൂപ കിട്ടുന്ന സമയത്ത് തന്നെ ഇദ്ദേഹം പറഞ്ഞിരുന്നു, എനിക്കത് വളരെ കുറവാണ്, എങ്ങനെ കൂടുതൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം ചിന്തിച്ചിരുന്നു. അപ്പൊ ആ ചിന്തയുടെ ഭാഗമായിക്കൊണ്ട് തന്നെ ഇദ്ദേഹം ചെയ്തിരുന്നത്, ഇദ്ദേഹത്തിന്റെ ഗ്രാമത്തിനടുത്ത് തന്നെ ഹൈദരാബാദില് കോഴി ഫാം ഉണ്ടായിരുന്നു. കോഴി ഫാമിൽ ഡെയിലി വേജിന് പോയി. അപ്പൊ ദിവസവും 50 രൂപയാണ്. അപ്പൊ അവിടെ മാസം 450 കിട്ടുമ്പോൾ ഇവിടെ ആഴ്ചയിൽ 350 രൂപ കിട്ടും. അപ്പൊ അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ദിവസവും അവിടെ പണി പോവുകയും അങ്ങനെ പൈസ ഉണ്ടാക്കാനും വർക്ക് ചെയ്തിരുന്നു. അതിന്റെ കൂടെ ഈ കോഴി ഫാമിന്റെ അടുക്ക ട്രാക്ടർ ഉണ്ടായിരുന്നു. അപ്പൊ ട്രാക്ടർ ട്രാക്ടറും ഓടിക്കാൻ പഠിച്ചത് ഇതിന്റെ കൂടെ തന്നെയാണ്. എവിടെ എന്ത് ശമ്പളം കൂടുതൽ കിട്ടും, പണി പ്രശ്നമല്ല, കൂടുതൽ പണി എടുത്താലും പ്രശ്നമില്ല, കാശിന് ഫോക്കസ് ചെയ്യുന്ന ഒരാളായിരുന്നു സലീം ഭായി, കാരണം ജീവിക്കാൻ വേണ്ടി. जी। तो उसके बाद फिर मैं वहां पे ट्रैक्टर पे ड्राइविंग सीखने के बाद, राइट, ड्राइविंग सीखने के बाद क्या हो गया, मेरी शादी, मतलब यहाँ पे मैं उसके बाद अभी ड्राइविंग, मतलब मुर्गी फार्म में ड्राइविंग सीखा। उसके बाद मैं आज जो मेरे को बिजनेस में ज्वाइन करे हैं,
अरुणा कुमारी मैडम है, उनके पास मैं घर की गाड़ी चलाता था, उनके भाई के पास, मतलब मुर्गी फार्म में मेरी सैलरी थी 1500 रुपया, मगर वहां पे ट्रैक्टर पे मैं ड्राइविंग परफेक्ट होके फिर जहाँ पे कार ड्राइविंग के लिए गया, वो अरुणा कुमारी मैडम है, मेरे अपलाइन है आज, जो मेरे को बिजनेस में लेके आए, उनके पास मैं गाड़ी चलाने गया था, 2500 रुपये की सैलरी मिलती थी उस टाइम पे, राइट। अरुणा कुमारी मैडम जो हमारे अपलाइन है, यस सर। യെസ്, ഏകദേശം പറഞ്ഞു 1500 രൂപ 3000 അടുത്താണ് അദ്ദേഹത്തിന് കോഴി ഫാമിൽ നിന്ന് ശമ്പളമായിട്ട് കിട്ടിയിരുന്നത്. അപ്പൊ ആ സമയത്ത് അദ്ദേഹം കൂടുതൽ ട്രാക്ടർ പഠിച്ചു. ട്രാക്ടർ പഠിക്കുമ്പോൾ പതുക്കെ വണ്ടികൾ ഓടിക്കാൻ പഠിച്ചു. അപ്പൊ അദ്ദേഹം വണ്ടി ഓടിക്കാൻ പഠിച്ചു കഴിഞ്ഞപ്പോ 1500 പകരം 2500 രൂപ സാലറി കിട്ടും എന്ന് വെച്ചിട്ട് അദ്ദേഹം അരുണാചലം എന്ന് പറയുന്ന ഒരു മാഡത്തിന്റെ അടുക്കെ അദ്ദേഹം ടാക്സി ഓടിക്കാനായിട്ട് ഡ്രൈവർ ആയിട്ട് കയറി. അങ്ങനെ 1500 ശമ്പളത്തിൽ നിന്ന് 2500 ആയിട്ട് കൂട്ടി. പിന്നെ ദൈവികം എന്ന് പറയട്ടെ, ഇവരാണ് ഇവരെ ബിസിനസ്സിൽ, വെസ്റ്റേജ് ബിസിനസ്സിൽ അപ്ലൈനും ഈ അരുണാചലം മാഡമാണ്. ജി जी सर, फिर अरुणा मैडम के पास मैं ड्राइविंग करते करते 1.5 ईयर के पास उनके भाई ने उनकी गाड़ी सेल कर दी थी, उनकी गाड़ी जरूरत सेल करने के बाद वहां से फिर मेरे को ड्राइविंग की जॉब नहीं थी, तो मैं फिर हैदराबाद, मतलब जब गांव पे रहता था वहां से हैदराबाद में ड्राइविंग के लिए ज्यादा सैलरी मिलता है बोल के हैदराबाद में कुछ मैकेनिक्स के पास जाके मैं ड्राइविंग का ऑफर पूछा, तो एक सिंगर के पास मेरे को ड्राइविंग मिला था। वहां पे मेरे इनकम 2500 से लेके 4500 मिलता था, वहां पे 4500 रुपीज की सैलरी थी, मगर वहां पे 4500 की सैलरी थी, मगर इतना जॉब टाइट होता था, सुबह 7 o'clock गए तो रात में 12, 1, 2, 3 बजते थे, खाने की भी परेशानी होती, क्योंकि वो सिंगर थे, गजल सिंगर थे, वो प्रोग्राम में कभी लेट होता, कभी आते, कभी खाना मिलता नहीं था, तो बहुत परेशान था मैं उस टाइम पे भी। बैचलर था हैदराबाद में, खैरताबाद में मैं रूम लेके बैचलर वहां पे भी काम करा। फिर वहां पे काम करते करते, मतलब एक्चुअली एक हमारा प्रॉपर्टी लैंड था सर, एक्चुअली हमारे जो फादर को, हमारे जो दादाजी है ना, उनको 4 एकड़ लैंड था, तो हमारे फादर, हमारे बड़े पापा होते हैं ना, उनके पास 300 रुपीज कुछ लिए थे, तो उसके वजह से वो हमारा 2 एकड़ लैंड भी हमारे बड़े पापा ले लिए थे। वो लेने के बाद वो किसी को सेल करे, उसके कोई सिग्नेचर हुए, कुछ प्रूफ नहीं थे, तो हमारे गली में हमारे नाइबर्स बोले, आपका जो लैंड आपके फादर तो बेचे नहीं है, आप उल्टा केस करो, आपका लैंड आपको मिल जाएगा, बोल के हमको मोटिवेट करें। तो उस टाइम पे हम कोर्ट से एक लॉयर एडवोकेट से बात करके केस उसके ऊपर करे थे। केस करने की वजह से, तो 1 सेकंड सर। ओके, इദ്ദേഹം मैं ट्रांसलेट करता हूँ सर. അപ്പോൾ ठीक है, तो ഇദ്ദേഹം എന്ന് വെച്ച് കഴിഞ്ഞാല് 2500 സാലറിക്ക് ഇവിടെ പുതിയ സ്ഥലത്തൊന്ന് ജോയിൻ ചെയ്തു. അപ്പൊ ഇവരുടെ പേഴ്സണൽ ഡ്രൈവർ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് ഇവര് കാർ വിറ്റപ്പോ പിന്നെ ഇദ്ദേഹത്തിന് വീണ്ടും ജോലി ഇല്ലാത്ത അവസ്ഥയായി. അപ്പൊ ജോലി ഇല്ലാതെ വന്നപ്പോ ഇദ്ദേഹം പിന്നെ ചെയ്ത് ജോലി അന്വേഷിച്ച് ടൗണിലേക്ക് മാറി, ഹൈദരാബാദിലേക്ക് മാറി. ഹൈദരാബാദ് മാറിയ സമയത്ത് അവിടെ ഒരു ഗസൽ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു സംഗീതക്കാരന്റെ കൂടെ ഡ്രൈവറായിട്ട് കയറി. ഈ അയാളെ സംബന്ധിച്ചോളം രാവിലെ 7 മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ ചിലപ്പോ അങ്ങോട്ട് യാത്ര ഇങ്ങോട്ട് യാത്ര, ഭക്ഷണ സമയത്തിന് കഴിക്കാൻ പറ്റില്ല, ചിലപ്പോ പണി കഴിയുമ്പോൾ രാത്രി 10 മണി 1 മണി വരെ ആവാം. ഇദ്ദേഹം ആ സമയത്ത് കല്യാണം കഴിച്ചിട്ടില്ല, ബാച്ചിലർ ആയിരുന്നു, ബാച്ചിലർ റൂമിലൊക്കെയാണ് താമസിച്ചിരുന്നത്. 4500 രൂപ കിട്ടും എന്നുണ്ടെങ്കിലും ഒരു തരത്തിലും ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. പക്ഷെ അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിന്റെ മുത്തശ്ശന് കുറച്ച് നല്ല ഭൂമി ഉണ്ടായിരുന്നു. ആ ഭൂമിയുടെ അച്ഛന് അതിന്റെ ഒരു അവകാശമുണ്ട്. പക്ഷെ അച്ഛൻ വേറെ കുറച്ച് പേരുടെ പൈസ കടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏകദേശം അത് ഈ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോ ഭൂമി വിറ്റതാണ് എന്നുള്ള രീതിയിലൊക്കെ സംസാരം ഉണ്ടാവുകയും പിന്നീട് ആ ഭൂമി അച്ഛൻ വിറ്റിട്ടില്ല, അത് അച്ഛന്റെ തന്നെയാണ്, എവിടെയും സിഗ്നേച്ചർ നിങ്ങൾ നിയമപരമായിട്ട് വക്കീലിന്റെ കേസ് കൊടുത്താൽ തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന്റെ ഗ്രാമത്തിലുള്ള നൈബേഴ്സ് ഇദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞു തുടങ്ങി. ജി സർ. तो वहां पे लगभग वो एडवोकेट के पास जाके जब हम बात करें, मैं तो 17 ईयर समथिंग उस टाइम पे उतना था, तो उस टाइम पे क्या हुआ, वो एडवोकेट से जब बात करें तो हमारा जो लैंड है अगर वो हमारा रिटर्न मिल जाएगा तो 25% आपको हम देंगे, हमारे पास कुछ पैसा नहीं है, हम बहुत गरीब लोग है बोल के ऑलरेडी एडवोकेट से बात करें, मगर वो एडवोकेट 5000 रुपीज फीस मांगा था, मगर उसके बाद धीरे धीरे करके वो उसको देना है, इसको देना है, ऐसा करते 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 लगभग 2,70,000 रुपीज तक हमारे से वो ले लिया है। और लेने के बाद जो अपोजिट पार्टी है उनसे वो टाई अप हो गया है, टाई अप होके हम तो बच्चे थे, तो उल्टा हमारे को नुकसान हो गया। जो हमारे नाम पे प्रॉपर्टी थी तो वो ऑलरेडी जिसके नाम पे कब्जे में थे उनके नाम पे चले गई,
तो उल्टा हमारे को क्या हुआ, लैंड तो मिला नहीं, उल्टा 2,70,000 उल्टा खर्चा हो गया था। वो खर्चा हो गया तो उस टाइम पे मैं जब हैदराबाद में गजल श्रीनिवास जी के पास मैं ड्राइविंग कर रहा था, वो इंटरेस्ट का पैसा पे करना 4,500 रुपीज में, घर का भी चलाना बहुत बहुत टाइट हो रहा था। फिर वहां से भी मैं शिफ्ट करके, मतलब टीसीएस, जहां पे राजेश कुमार वर्मा दिख रहे हैं, उनके पास टीसीएस टाटा कंसल्टेंसी जो डेक्कन पार्क हैदराबाद में होता है, वहां पे मैं 4 साल इनके पास जॉब करा। तो इनके पास 6,500 की सैलरी मिलती थी। तो इनके पास काम करते करते फिर मैं डे में, अभी इनको सुबह ऑफिस छोड़ना है, इवनिंग में पिकअप करना रहेगा, ये उसके बाद डे में सोता था और नाइट में टैक्सी, कॉल टैक्सी चलाता था। मैं दो दो ड्यूटी करता था, क्योंकि मेरे को पैसे की जरूरत थी। वहां पे मेरे को उल्टा परेशानी हो गई, जहां पे इंटरेस्ट पे करना, जो खर्चा पे करना, ये परेशानी हो रही थी। तो ये टीसीएस में जब कर रहा था उस टाइम का है। यस सर। आप तो फिर सर अवेलेबल है आप? तो उसके बाद उनके पास जब मैं काम करते करते फिर वापस हैदराबाद में, जब शमशाबाद एयरपोर्ट जब शुरू हुआ था, शमशाबाद एयरपोर्ट में ऑफर आया था कि बहुत सारे ड्राइवरों का रिक्वायरमेंट है, यहाँ पे ज्यादा से ज्यादा सैलरी मिलेगा। तो उस टाइम पे मेरी शादी हो चुकी थी, जब मैं टीसीएस में राजेश कुमार वर्मा के पास जब जॉब कर रहा था। और मेरे मम्मी ने मेरे को बहुत जबरदस्ती करके शादी कराने की कोशिश करे, और शादी हो गई थी। शादी होने के बाद लड़की भी पैदा हो गई और खर्चे बढ़ गए, इनकम बस नहीं हो रहा है। तो उस वजह से मैं हैदराबाद में जब शमशाबाद एयरपोर्ट आया था, वहां पे मैं मेरू कैब में जाके ज्वाइन हो गया। यहाँ पे पर डे का ये लोगों को 500 रुपीज पे करना रहेगा, और जो भी प्रॉफिट है वो हमारा रहेगा। उस तरीके से मैं यहाँ पे लगभग 3 साल मेहनत करके जितना मेरा खर्चा था पूरा खत्म कर दिया था सर। सर आप है क्या का कुछ इंटरनेट इशू होगा? സുധീഷിക थोड़ा ഇന്റർനെറ്റ് പ്രോബ്ലം है या ഇദ്ദേഹം ഒരു ഹൈദരാബാദിലെ ഒരു എയർപോർട്ടിൽ ജോയിൻ ചെയ്തു. അവിടെ ഒരുപാട് ക്യാബ് ഡ്രൈവേഴ്സിന് റിക്വയർമെന്റ് ഉണ്ട് എന്നുള്ള ഒരു കാര്യം മനസ്സിലായ സമയത്ത് അങ്ങനെ അവിടെ ജോയിൻ ചെയ്തു. അപ്പൊ അദ്ദേഹത്തിന് അതിലൂടെ ചില എന്താ പറയാ കടങ്ങൾ വീട്ടാനും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് എന്താ പറയാ സാധിച്ചു. അതുപോലെ തന്നെ പിന്നെ മേരു ക്യാബിലാണ് അദ്ദേഹം ജോയിൻ ചെയ്തത്. മേരു ക്യാബ് എന്ന് പറയുന്നത് അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അത് മേരു ക്യാബിലാണ് അദ്ദേഹം മെയിൻ ആയിട്ട് ജോയിൻ ചെയ്തത്. ओके यस। तो मेरू कैब में जब करा 3 साल के बाद जितना मेरा खर्चा हुआ था वो कंप्लीटली फिनिश कर दिया। मगर वहां पे हमारे जो ड्राइवर्स लोग 600 ड्राइवर्स थे, उस टाइम पे जो डेली का हम 500 जो पे करना है उसको उन्होंने बढ़ा दिए थे। डबल करने से सब लोग स्ट्राइक कर दिए हैं, गाड़ी कोई भी चलाना नहीं चाहिए, इतना पैसा हम पे नहीं कर सकते बोल के 1.5 महीने के लिए स्ट्राइक हुआ है। अब वो 1.5 महीने के टाइम पे फिर से मेरे को खाने के, मतलब इनकम आए तो हमको खा सकते हैं, रेंट बन सकते हैं। वैसे सिचुएशन से फिर वापस मेरे को खुद से एक गाड़ी खरीदना पड़ा, जो ट्रैवल्स का एक ओन का गाड़ी खरीदा, खुद की गाड़ी खरीद के। और वहां से बिजनेस को डेवलप करते करते मैं खुद का एक ट्रैवल्स शुरू करा, वो फ्रेंडली कैब्स 2012 में 2011 में शुरू करा। 2012 में ऑलरेडी 1 ईयर हो चुका था। मेरू कैब जब शुरू करा, खुद का ट्रैवल्स लगाया, और होटल से मैं कुछ बुकिंग टाइप करा, कुछ कंपनी से बुकिंग टाइप करा, और एक ट्रैवल्स लगा के चलाना शुरू करा। बहुत अच्छा सक्सेसफुली चल रहा था। ഓക്കെ ഇദ്ദേഹം മേരു ക്യാബിൽ ജോയിൻ ചെയ്ത സമയത്ത് 600ഓളം ഡ്രൈവേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. ആദ്യമൊന്നും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ ഒരു 3 കൊല്ലം കൊണ്ട് അദ്ദേഹത്തിന്റെ എല്ലാ എന്താ പറയാ കടങ്ങൾ അദ്ദേഹം വീട്ടി. പക്ഷെ പിന്നീട് ചില പ്രതിസന്ധികൾ വന്നു, സമരങ്ങൾ വന്നു. അങ്ങനെ വന്ന സമയത്ത് ഇദ്ദേഹം അത് അവിടെ അതിൽ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. അപ്പൊ അദ്ദേഹം ചെയ്തത് എന്താന്ന് വെച്ചാൽ സ്വന്തമായിട്ട് ഒരു വണ്ടി വാങ്ങി. മാത്രമല്ല ഇദ്ദേഹം വേറെ ചില സുഹൃത്തുക്കളെയും കൂട്ടിയിട്ട് ഇദ്ദേഹം സ്വന്തമായിട്ടൊരു ട്രാവൽ ഏജൻസി, മറ്റുള്ള ഡ്രൈവേഴ്സിൽ പല ആൾക്കാരായിട്ടുള്ള കണക്ഷൻ വെച്ച് ഇദ്ദേഹം ഒരു ട്രാവൽ ഏജൻസി സ്റ്റാർട്ട് ചെയ്ത് പിന്നീട് പല ഹോട്ടലുകളായിട്ട് ടൈപ്പ് ചെയ്ത് അങ്ങനെ അവരുമായിട്ടുള്ള അസോസിയേഷനിൽ ഇദ്ദേഹം മുന്നോട്ട് പോകാനുള്ള തീരുമാനം എടുത്തു. യെസ് സർ. सर ट्रैवल्स का बिजनेस शुरू करा। ऑलमोस्ट मेरे पास 40 व्हीकल्स, अटैच व्हीकल्स चलते थे। जो अटैच व्हीकल्स, एक कॉल सेंटर लगाया, 5 लोग लड़की कॉल सेंटर में काम करते थे, और बहुत अच्छा मेरा इनकम भी हो रहा था। मंथली 70,000 से 80,000, कभी 60,000 मेरा प्रॉफिट भी हो रहा था। बहुत अच्छा चल रहा था। मगर उस टाइम पे हैदराबाद में ओला कैब एंट्री हो चुका है। जैसे ओला कैब आते ही जितने पास मेरे गाड़ी चलाते थे लोग, जो 40 लोग, वो 40 लोग सीधा ओला के पास चले गए अपनी अपनी गाड़ी लेके। तो उस टाइम पे मेरे पास बिजनेस था, कस्टमर्स थे, मगर व्हीकल्स नहीं है।
अभी मैं करूं तो क्या करूं, उल्टा जाके या गाड़ी चलाना चाहिए, कहीं ड्राइविंग करना चाहिए, नहीं तो खुद के गाड़ियां खरीदना चाहिए। दो ऑप्शन थे। तो मैं क्या करा, हमारे कोई कस्टमर से, मेरे पास पैसे तो उतने नहीं थे, तो कस्टमर से इंटरेस्ट को पैसे लिया। एक गाड़ी अगर लेना है तो 2,50,000 से 3,00,000 रुपीज डाउन पेमेंट करना पड़ेगा, और 3 रुपीज के साथ इंटरेस्ट को लेके एक गाड़ी खरीदा। टोटल 10 गाड़ी में परचेज करा था ट्रैवल्स को फिर आगे चलाने के लिए। സുധീഷ് ഓക്കെ. അങ്ങനെ പല രീതിയിൽ ഇദ്ദേഹം ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് നോക്കി. ഒരു രീതിയിൽ എക്സ്പാൻഡ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഫ്രണ്ട്സുകളിൽ നിന്നും എല്ലാം കൂടി കണക്ട് ചെയ്തിട്ട് ഇദ്ദേഹം ഫ്രണ്ട്ലി ക്യാബ്സ് എന്നൊരു ക്യാബ് തുടങ്ങി. വളരെയധികം ക്യാബുകൾ കണക്ട് ചെയ്തു. പക്ഷെ ചില സമയങ്ങളിൽ എന്താ വെച്ചാൽ ഫ്രണ്ട്സുകൾ എല്ലാവരും പോയി. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ സമയത്ത് പല ഹോട്ടലുകളിൽ ടൈപ്പ് ഉണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ കയ്യില് ക്ലയൻസ് ഉണ്ട്, കസ്റ്റമേഴ്സ് ഉണ്ട്, പക്ഷെ വണ്ടിയില്ല. അപ്പൊ ഇദ്ദേഹം ആകൂടി വേറെ നോക്കാനില്ല എന്നുള്ള രീതിയിൽ ഇദ്ദേഹത്തിന്റെ കസ്റ്റമേഴ്സിന്റെ ഇൻട്രസ്റ്റിന് പൈസ വാങ്ങിച്ചിട്ട് ഡൗൺ പേയ്മെന്റ് ഇദ്ദേഹം ചെയ്തിട്ട് എന്നിട്ട് ഇദ്ദേഹം പല കാറുകൾ വാങ്ങിച്ചു. അങ്ങനെ വാങ്ങിച്ചു 10 കാറുകൾ 10 കാർ അദ്ദേഹം വാങ്ങിച്ചു. ജി സലീം ജി. जी, ये 10 कार्स में परचेज करा था। उसमें कुछ टैक्सी प्लेट भी था, कुछ ओन प्लेट भी था, क्योंकि ओन प्लेट ना दूसरा स्टेट में गए तो हमको टैक्स बनने का जरूरत नहीं पड़ेगा बोल के हम ओन प्लेट भी परचेज करा था मैं। और ये लेने के बाद लगभग हमें 1 ईयर तक बहुत अच्छा चला। मतलब जो 40 गाड़ी मिलके बिजनेस करते थे, वो 10 गाड़ी के ऊपर मैनेज करके फिर वापस अच्छा सेट हो गया था। मंथली मतलब 24 लाख का मैं खर्चा लिया 10 गाड़ी परचेज करने के लिए। कुछ सेकंड हैंड में खरीदा, कुछ न्यू खरीदा, कंटिन्यू ईएमआई से ऐसा खरीद के 24 लाख का खर्चा हुआ था। फिर मैं मंथली 70,000 इंटरेस्ट भी पे कर रहा हूँ। फिर मेरा प्रॉफिट भी निकल रहा था, बहुत अच्छा चल रहा था 1 ईयर तक। मगर 1 ईयर के बाद जैसे ओला कैब जिनका रेट रहता उसको 50% डाउन कर दिया, ऑफर दे दिया कस्टमर्स को। जब हम हैदराबाद से एयरपोर्ट ड्रॉप करने के लिए 700 चार्ज करते थे, ओला कैब ने 350 रुपीज में पिकअप ड्रॉप कर रहे थे वो लोग। तो उसी वजह से मेरे पास जितने कस्टमर थे वो सारे लोग ओला के पास चले गए। पहले गाड़ी चले गए तो गाड़ी ला लिया, अभी कस्टमर चले गए, अभी कस्टमर कहां से ला सकता हूं मैं? हम तो उतना बड़ा ओके. ट्रैवल से कंपटीशन नहीं कर सकते। ഇപ്പൊ ഇദ്ദേഹം പ്രത്യേകം മനസ്സിലാക്കുക, ഈ ബിസിനസ് ചെയ്യുമ്പോഴുള്ള മെയിൻ ചലഞ്ച് ഇതാ. ആദ്യം ഒല ഇറങ്ങിയ സമയത്ത് ഇദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ആൾക്കാരെ കൂടെ ലാഭം കിട്ടും എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയപ്പോ ഇദ്ദേഹം പിന്നെ കസ്റ്റമേഴ്സ് ഉണ്ട്, ടാക്സി ഇല്ല എന്നുള്ളതുകൊണ്ട് സ്വന്തമായിട്ട് ടാക്സി വാങ്ങിച്ചു. 10 ടാക്സിയോളം വാങ്ങിച്ചു. അത് അദ്ദേഹത്തിന്റെ സ്വന്തം സ്റ്റേറ്റിൽ നിന്നും പുറത്തുനിന്നുള്ള സ്റ്റേറ്റിൽ നിന്നും, കാരണം ഔട്ട്സൈഡ് പോവുകയാണെങ്കിൽ ടാക്സ് ഒക്കെ ലാഭിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മൊത്തത്തിൽ ഏകദേശം 25 ലക്ഷത്തോളം അദ്ദേഹത്തിന് കടമായി. പ്രതിമാസം 10,000-40,000 രൂപ ഇൻട്രസ്റ്റ് ലോണൊക്കെ അടച്ചിരുന്നു. അങ്ങനെയൊക്കെ ആണെങ്കിലും ഇദ്ദേഹം നല്ല രീതിയിൽ ബിസിനസ് നടത്തിക്കൊണ്ടുണ്ടായിരുന്നു. ഒരു കൊല്ലം കഴിഞ്ഞപ്പോ ഒല എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ അവരുടെ റേറ്റ് ഹാഫ് ആയിട്ട് കട്ട് ചെയ്തു. കാരണം ഇദ്ദേഹം പ്രത്യേകം ശ്രദ്ധിക്കുക, പൈസ കടം വാങ്ങിച്ച് ലോൺ എടുത്ത് 10 വണ്ടി ഉള്ള സമയത്താണ് കോമ്പറ്റീറ്റർ ആയിട്ടുള്ള വലിയ കമ്പനി ഒല റേറ്റ് നേരെ ഹാഫ് ആക്കി. ഇദ്ദേഹം ടാക്സിന്ന് എയർപോർട്ടിൽ നിന്ന് ഹോട്ടലിലേക്ക് ഏകദേശം 700 രൂപ ചാർജ് വാങ്ങിക്കാറുണ്ടെങ്കിൽ ഒലേ മാത്രമാണ് വാങ്ങിച്ചിരുന്നത്. പക്ഷെ ഓഫർ വെച്ചിട്ട് അവർ വെറും 300 രൂപയുടെ അടുത്താക്കി മാറ്റി. അപ്പൊ ഓട്ടോമാറ്റിക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ കുറെ കടം വാങ്ങിച്ചിട്ടുള്ള കാറുകൾ ഉണ്ട്, പക്ഷെ കസ്റ്റമേഴ്സ് ഇല്ല. നോ കസ്റ്റമേഴ്സ്. നോക്കി നിൽക്കെ ശൂന്യമായി ബിസിനസ്. യെസ് जी, अभी मेरे पास कस्टमर तो चले गए, अभी मेरे पास तो कस्टमर नहीं है। मैं फिर भी बिजनेस को मैनेज करने के लिए 3 मंथ्स तक कोशिश करा। फिर कहीं से और कुछ इंटरेस्ट लेके आया, फिर ड्राइवर की सैलरीज देना पड़ेगा, गाड़ी का ईएमआई तो पे करना पड़ेगा, रुकेगा नहीं। ये पूरे करते करते 3 महीने मैनेज करा। 3 महीने में भी बिजनेस बैलेंस नहीं हुआ। तो फिर उसके बाद आप देख सकते हैं यहाँ पे मेरे ये कस्टमर थे, इनके पास मैं पैसा लिया था। तो टोटल 24 लाख को इंटरेस्ट के साथ कितना हो गया यहाँ पे 31 लाख। वो व्हाट्सएप में मेरे को एवरी मंथ स्टेटमेंट भेजते थे। 31 लाख जो मेरा एक घर था, वो घर बेचने के बाद 16 लाख में मैं जो घर खरीदा था उनको वापस 16 लाख में दे दिया, क्योंकि उनको 24 लाख प्लस 3 लाख 24, 5, 6, 27 लाख प्लस एवरी मंथ 70,000 इंटरेस्ट, ये पूरा बढ़ते जा रहा था। और मेरे पास कोई इनकम जीरो, पैसा नहीं है, इनकम बंद, इनकम पूरा खत्म हो चुका है। घर में खाने की परेशानी हो रही है, खर्चे वाले मेरे को तंग कर रहे हैं। तो उस टाइम पे ये भी बंदा एवरी मंथ 70,000 अभी यहाँ पे आप देख सकते हैं 31 लाख है, 31 लाख 70,000 इंटरेस्ट। नेक्स्ट मंथ 31 लाख 70,000 को इंटरेस्ट, नेक्स्ट मंथ 32 लाख को इंटरेस्ट। ऐसा वो बढ़ाते बढ़ाते जा रहा था और मेरे पास ऑप्शन नहीं था। और उस टाइम पे मेरे को एक सिचुएशन ऐसा आया, तो मैं क्या करना समझ में नहीं आ रहा था, बहुत परेशान था, क्योंकि मेरे पास कोई प्रॉपर्टी नहीं थी। मैं वापस खर्चा खत्म करने के लिए
लोग तंग कर रहे, तो मैं ऐसा भी एक टाइम आया कि अब मैं सुसाइड करूं क्या। तो ऐसा सिचुएशन था मेरा। तो उसके बाद यहाँ यहाँ तक आप बोलिए सर। ഓക്കെ സോ നോക്കി നിൽക്കെ കോമ്പറ്റീഷൻ വളരെ ടൈറ്റ് ആയി, ഇദ്ദേഹത്തിന് കസ്റ്റമേഴ്സിന് കിട്ടാനില്ല. ഇദ്ദേഹം ഒരു 3 മാസം കൂടി എങ്ങനെയെങ്കിലൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ പൈസ കടം വാങ്ങിച്ചിട്ടും സംഗതി ഓടിക്കാൻ നോക്കി. പക്ഷെ ഓട്ടോമാറ്റിക് എന്താ വെച്ചാൽ കസ്റ്റമേഴ്സ് ഇല്ല, ബിസിനസ് ലോസ് ആയി. ഇദ്ദേഹത്തിന് കടം വാങ്ങിച്ചിട്ടുള്ള ആള് അദ്ദേഹം പ്രതിമാസം 70,000 രൂപയാണ് ഇൻട്രസ്റ്റ് ആയിട്ട് വാങ്ങിച്ചുകൊണ്ടത്. അപ്പൊ വെച്ചാൽ 24 ലക്ഷം ഉണ്ടായിരുന്നത് ഓട്ടോമാറ്റിക് ആഡ് ചെയ്ത് അത് 31 ലക്ഷമായിട്ട് മാറി. ഇപ്പൊ 24 ലക്ഷമായത് തന്നെ പലപ്പോഴും ഇദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടി ഒക്കെ വിറ്റ് ആ പൈസ ഒക്കെ കൊടുത്തിട്ടാണ് എമൗണ്ട് കുറച്ചത്. പക്ഷെ എന്നിട്ട് പോലും പ്രതിമാസം ഇൻട്രസ്റ്റ് വന്നു. ഇദ്ദേഹത്തിന് താങ്ങാൻ പറ്റാണ്ടായി തുടങ്ങി. പ്രോപ്പർട്ടി ഉള്ളത് വിറ്റു, വരുമാനം ഇല്ല. കടക്കാരാണെങ്കിൽ പലതരത്തിലും ഇദ്ദേഹത്തെ വിളിച്ചും പല രീതിയിലും മാനസികമായിട്ട് പ്രഷർ ചെയ്യാൻ തുടങ്ങി. ആ നിമിഷം എത്തി തുടങ്ങുമ്പോൾ ഇദ്ദേഹം ചിന്തിച്ചു, ഇനി ഇതിന്ന് കടത്തുനിന്ന് കരകയറാൻ സാധിക്കില്ല, മരണമാണ് നല്ലത് എന്നുള്ള രീതിയിൽ സൂയിസൈഡിനെ പറ്റി പോലും ഇദ്ദേഹം ചിന്തിച്ചു തുടങ്ങി. ജി സർ. जी सर। फिर उसके बाद आप देख सकते हैं, मैं एक्चुअली बहुत परेशान था। तो उस टाइम पे जिसके पास मैं गाड़ी चला रहा था, अरुणा कुमारी मैडम, हमारे जो ग्रेट अपलाइन, उन्होंने मेरे को एक बार उनके घर पे इनवाइट करे, सलीम बहुत दिन हो गए, आप एक बार फैमिली से हमारे घर पे आओ और मैं आपको बिजनेस भी बताऊंगी बोले। तो मैं तो बिजनेस इंटरेस्ट नहीं था, फिर भी उनके पास मैं जब काम कर रहा हूँ बोल के उस हिसाब से जाके मिलने के लिए गया। जब वो बिठा के मेरे को वेस्टिज का प्लान बता रहे थे, मगर मेरे को इंटरेस्ट नहीं था, मैं इधर से सुन रहा था, इधर से चले जा रहा था, क्योंकि मेरे को ऐसे कंपनीज पे भरोसा नहीं था, ये लोगों को ज्वाइन करने का बिजनेस हमारे से नहीं होगा ऐसा सोच के। मगर उनको मना नहीं कर सकता हूँ, फ्री ज्वाइनिंग है तो फ्री ज्वाइनिंग है, ज्वाइनिंग कर लिया। फिर उसके बाद उन्होंने कुछ प्रोडक्ट मेरे को दिए, यूज करा, अच्छे लगे, मगर अच्छे है बोल के बताया नहीं। फिर अच्छे है बोल तो बिजनेस करने के लिए बोलते हैं। और उसके बाद उन्होंने एक मीटिंग को मेरे को प्रमोट करे, वो दिल्ली गोक्राउन मीटिंग को प्रमोट करने के बाद मैं तो 10,000 का खर्चा था उस टाइम पे, ऑलरेडी मैं बहुत परेशान हूँ। फिर मेरे को दिल्ली प्रमोट कर रहे हैं, कोई बात नहीं, जान दो, अब कैसा तो खर्चा हो गया, कुछ भी होता है बोल के फिर 10,000 खर्चा करके मैं आया हूँ। ये स्टेशन का जो फोटो है, पहली बार जब दिल्ली जा रहा था मैं, ये गोक्राउन में गाला डिनर का जो फोटो है, मैं गोक्राउन 2017 में, ये हमारे चीफ मिनिस्टर एसपी भारिल सर के साथ पहली बार जब सेल्फी उतरा था मैं, तो 2017 अगस्त मैपल एमरल्ड होटल में जो पहला गोक्राउन था मेरा। तो ये गोक्राउन अटेंड करने के बाद कंप्लीटली मेरा सोचने का तरीका कंप्लीटली बदल गया है। कंप्लीटली एक ही बात समझ में आया कि वहां पे गोक्राउन में एसपी भारिल सर एक बात बोले, तो आप സർ मैं बोलूं उसके बाद कर लेना क्योंकि वो इम्पोर्टेंट सेशन है. ठीक है. സോ ഇങ്ങനെ വളരെ കടത്തിൽ നിൽക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ ആദ്യമായിട്ട് ജോലി ചെയ്തിട്ടുള്ള അരുണാചലം മാഡം വിളിച്ചത്. കുറെ നാളായില്ലേ കണ്ടിട്ട്, നീ വന്ന് മീറ്റ് ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം വളരെ പേഴ്സണലി അറിയുന്ന ആളായതുകൊണ്ട് ആളും ഭാര്യയും കൂടി പോയി കണ്ടു. കണ്ട സമയത്ത് ഡെഫിനറ്റ്ലി ഈ അവര് ബിസിനസിനെ പറ്റി പറഞ്ഞു. ബിസിനസ് പറഞ്ഞപ്പോ ഈ MLM അതൊന്നും താല്പര്യമില്ല, ഇതുകൊണ്ടൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് ഇവര് എന്ന് വെച്ചാൽ ഫ്രീ ജോയിനിങ് അല്ലേ, ഫ്രീ ജോയിനിങ് ആകുമ്പോ ഫ്രീ ആയിട്ടുള്ള കാര്യം, നമ്മൾ മലയാളികൾ അങ്ങനെയാണല്ലോ, ഫ്രീ ആണെങ്കിൽ എല്ലാം ചെയ്തു. അപ്പൊ അങ്ങനെ ഫ്രീ ജോയിനിങ് ആയതുകൊണ്ട് ചെയ്തു. ഇവരും മാഡം കുറച്ച് പ്രൊഡക്ട്സ് ഇവർക്ക് കൊടുത്തു. പ്രൊഡക്ട്സ് ഇവിടെ വന്നാലും അവർ ഉപയോഗിച്ച് നോക്കി, ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ടെങ്കിലും അവർ പറയാൻ നിന്നില്ല, കാരണം പറഞ്ഞാൽ ചിലപ്പോൾ ബിസിനസ് ചെയ്യേണ്ടി വരുമല്ലോ എന്നുള്ളത്. പക്ഷെ ഇവർക്ക് പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടു. ഇദ്ദേഹത്തിന്റെ വൈഫ് കുറച്ച് പേരെടുത്ത് ഷെയർ ചെയ്തപ്പോൾ അവിടുന്ന് പതുക്കെ ഓർഡറും ഡിമാൻഡുകളൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ ആവുമ്പോ വൈഫ് എന്തെങ്കിലും ചെയ്യട്ടോ എന്ന് വിചാരിച്ചു. പക്ഷെ ആ സമയത്താണ് അരുണാചലം മാഡം ഇവരെ ഗോക്രൗൺ പ്രോഗ്രാമിലേക്ക് ആദ്യമായിട്ട് ഇൻവൈറ്റ് ചെയ്തത്. ഗോക്രൗൺ പ്രോഗ്രാമിൽ ആകെ കടത്തിലാണ്. ഗോക്രൗൺ പ്രോഗ്രാമിന് 10,000 രൂപ ചെലവാവും. പക്ഷെ എന്നിരുന്നാലും എന്തോ പോവാനുള്ള ഫീലിംഗ് ഇദ്ദേഹത്തിന് വന്നു. വീണ്ടും ഒരു 10,000 രൂപ കടം വാങ്ങിച്ചിട്ടാണ് ഇദ്ദേഹം ഗോക്രൗൺ പ്രോഗ്രാമിന് പോയത്. അവിടെ വെച്ചിട്ട് SP സാറിന്റെ പ്രോഗ്രാം 2017, പ്രത്യേകം ശ്രദ്ധിക്കുക, ആദ്യമായിട്ട് ബിസിനസ്സിൽ വന്ന ഒരു മേജർ ഇവന്റ് അറ്റൻഡ് ചെയ്യുന്നത് 2017 ഓഗസ്റ്റ് 11, 12, 13. അവിടെ വെച്ച് SP സാർ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ഇദ്ദേഹത്തിന്റെ മനസ്സിൽ വളരെയധികം വലിയ മാറ്റം ഉണ്ടാക്കി. ജി. जब वहां पे एसपी भारिल सर उतने मीटिंग में सेकंड डे सेशन में एक बात पूछे थे, तो आप लोग को बिजनेस में चैलेंजेस आते हैं, परेशानी होती है, तो क्या परेशानियां है बताओ आप, मैं अभी आपको क्लियर करूंगा बोल के सर पूछे थे। तो उसमें से मेरे सामने एक दूसरे लाइन में एक बंदा था, वो सीधा उठ के बोला, सर मेरे बिजनेस में मेरे को 12 लाख रुपए का नुकसान हो गया, मैं बहुत परेशान हूँ बोला। तो एसपी भारिल सर उनको स्टेज पे बुलाए, उसके गर्दन पे हाथ डाले, देखो खर्चा किसके वजह से कौन करे, आप करें। तो खर्चा हो गया बोल के आप सिर पे वजन लेके फिरेंगे तो खर्चा खत्म होगा क्या? नहीं होगा। तो क्या करना पड़ेगा? काम करना पड़ेगा। अभी जाके आप ढंग से काम करो, आपके खर्चे वालों को जाके बोलो,
1 साल का 2 साल का जो भी टाइम लेते ले लो, ढंग से काम करो और खर्चा निटाप दो। आप ऐसे ही खर्चा हो गया बोलते हो, आपको खर्चा खत्म नहीं होगा, आपको काम करना पड़ेगा बोल के जो 1 घंटे का सेशन चला था, वो मेरे दिमाग में बैठ गया। मेरे को लग रहा था सर मेरे को ही बोल रहे हैं। ഈ ഫംഗ്ഷനിൽ വെച്ചിട്ട് ഒരു സമയത്ത് എസ് പി സാർ, നമ്മുടെ ചീഫ് മെന്റർ എസ് പി സാർ ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് ബിസിനസിന് ബുദ്ധിമുട്ടുണ്ടാക്കണമെന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹത്തിന്റെ അടുത്തുള്ള ഒരാൾ വന്നിട്ട് പറഞ്ഞു, സാറേ ഞാനൊരു ബിസിനസ് ചെയ്തു, 12 ലക്ഷത്തിന്റെ നഷ്ടം ഉണ്ടായി എന്ന് പറഞ്ഞു. അപ്പൊ നഷ്ടം ഉണ്ടായ സമയത്ത് അതുകൊണ്ട് എനിക്ക് ബിസിനസ് ശരിയായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, പ്രശ്നത്തിലാണെന്ന് പറഞ്ഞപ്പോ എസ് പി സാർ അദ്ദേഹത്തിന്റെ തോളത്ത് കയ്യിൽ വെച്ചിട്ട് പറഞ്ഞു, സി നഷ്ടം ആർക്കുണ്ടായത്? നിനക്കുണ്ടായത്. ആരാണ് വീട്ടേണ്ടത്? നീയാണ് വീട്ടേണ്ടത്. നീ നഷ്ടം ഉണ്ടായി എന്ന് പറഞ്ഞു നടന്നു കഴിഞ്ഞാൽ നഷ്ടം വീടോ? ഇല്ല. നീ ഒരു കാര്യം ചെയ്യ്, നല്ല രീതിയിൽ പണിയെടുക്കുക. നീ തിരിച്ചു ചെന്നിട്ട് നിനക്ക് പൈസ ആരുടെയാണോ കടം കൊടുക്കാനുള്ള അവരെടുത്ത് ചെന്ന് സംസാരിക്കേ, എനിക്ക് 1 കൊല്ലം 2 കൊല്ലം സമയം താ, എന്നിട്ട് നീ സീരിയസ് ആയിട്ട് വർക്ക് ചെയ്യേ. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഇദ്ദേഹത്തിന് തോന്നി എസ് പി സാറ് ഇദ്ദേഹത്തിന്റെ അടുത്ത് പേഴ്സണലി സംസാരിക്കുന്നതാണ് തോന്നി. അങ്ങനെ ഇദ്ദേഹം ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു തീരുമാനം എടുത്തു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ജി फिर वहां से आने के बाद मैं एक ही सोचा, मेरे खर्चे वालों के पास चले गया। जाने के बाद मैं उनको बोला, सर मेरे को 1 साल का टाइम दो, मैं आपका खर्चा निपटा दूंगा। मैं ईमानदार आदमी हूँ, अगर काम करूंगा काम करने का मौका दो, या नहीं तो मेरे पास पैसे नहीं है बोल के मैं उनको रिक्वेस्ट करके, और जितने मेरे पास गाड़ियां थे वो गाड़ियां पूरे खत्म, 20,000 30,000 40,000 में वापस सेल कर दिया। क्योंकि 10 गाड़ी में घर के पास रखूंगा तो ईएमआई कंटिन्यू पे करना पड़ेगा। अगर मैं किसी को सेल कर देता हूं तो कंटिन्यू फाइनेंस में कोई 30,000 कोई 40,000 कोई 50,000 में गाड़ी वापस दे दिया, और वो जो पैसा है एवरी मंथ इंटरेस्ट पे करा। एक गाड़ी सेल करा, उसका इंटरेस्ट, फिर ये मंथ का इंटरेस्ट 70,000 पे करा, तो दूसरा गाड़ी सेल करा, उसका इंटरेस्ट पे करते गाड़ियां खत्म हो गए। 24 लाख प्लस 3 लाख खर्चा तो बढ़ते चले गया। और मैं काम करते गया 2 साल तक। मेरा इनकम तो 1 लाख होने के लिए 2 साल लगा। 10,000 8,000 9,000 12,000 30,000 40,000 ऐसे करते करते 2 साल 1 लाख आने के लिए लगा। और 2 साल तक इतना मैसिव एक्शन करा। जो विनिंग टीम सिस्टम बोल रहा है वो सिस्टम को फॉलो कर रहा हूं मैं। इतना सिस्टम, मतलब खाने की परेशानी होती थी, जेब में पैसे नहीं होते थे, कर्जे वाले गाली देते थे, डीजल को पैसे नहीं होता था, बहुत परेशानी होती थी। फिर भी मैं, क्योंकि मेरे को कॉन्फिडेंस है कि गोग्राम गया 100% मैं एक दिन डीयूसीडी बनूंगा, सक्सेस होऊंगा, ये मेरे अंदर कॉन्फिडेंस था, फेथ था। ഓക്കെ, ഇവിടുന്ന് ലൈഫിൽ ചേഞ്ച് സ്റ്റാർട്ട് ചെയ്യാണ്. കാരണം ഇദ്ദേഹം തിരിച്ചു ചെന്നിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇദ്ദേഹം റെസ്പോൺസിബിലിറ്റി ആയിട്ടൊരു ലൈഫിന്റെ, ഇദ്ദേഹം നേരിട്ട് കടം ചെന്നിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, എനിക്ക് കുറച്ച് സമയം വേണം, ഞാൻ തീർത്തു തരാമെന്ന് പറഞ്ഞു, കടം തീർത്തു തരാമെന്ന് പറഞ്ഞു. ഇദ്ദേഹം മാസീവ് ആയിട്ടുള്ള വർക്കിന് തുടങ്ങി. കാറുകൾ വീട്ടിൽ കിടക്കാണ്, എല്ലാ മാസവും EMI അടക്കണം. ഇങ്ങനൊരു കാറ് വിൽക്കും, എന്നിട്ട് ആ കാറ് വിറ്റ പൈസ കൊണ്ട് കുറച്ച് EMI അടയ്ക്കും. അങ്ങനെ ഓരോന്ന് വിറ്റ് എല്ലാ കാറുകളും വിറ്റു, കടം മാത്രം ബാക്കി. 2 കൊല്ലം സീരിയസ് ആയിട്ട് എഫേർട്ട് എടുത്തു. ഇദ്ദേഹത്തിന് ഉള്ളിൽ മനസ്സുണ്ടായിരുന്നു ഇത് നടക്കും എന്നുള്ള ശക്തമായിട്ടുള്ള മനോഭാവത്തോടെ ഉറച്ച മനസ്സോടുകൂടി പണിയെടുത്തു. അദ്ദേഹത്തിന് 1 ലക്ഷം രൂപയുടെ അടുത്ത് വരുമാനം എത്താൻ വേണ്ടിയിട്ട് 2 കൊല്ലം എടുത്തു. 2 ഇയേഴ്സ് എടുത്തു 1 ലാഖിന്റെ ഇൻകം ഉണ്ടാക്കാൻ. പക്ഷെ വിജയിക്കും എന്നുള്ള പരിപൂർണ മനസ്സോട് കൂടിയിട്ട് ഈ 2 കൊല്ലം, അതിലുവരെ മാസം 10,000 15,000 20,000 ഒക്കെ ആയിരുന്നു തുടക്കത്തിലുള്ള വരുമാനം. പക്ഷെ ആ സമയത്തും വളരെ ശക്തമായിട്ട് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, യാത്ര പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു ഹാർഡ് വർക്കിന് ഒരു കുറവും ഇദ്ദേഹം വരുത്തിയിട്ടില്ല. ജി सर उसके बाद फिर मैं आके एक ही काम करा, विनिंग टीम सिस्टम जो सिस्टम समझा रहा है, 10 कोर स्टेप, सीडी है, फायर है, करना तो पड़ेगा, ये सारे सीडी सुनने के बाद मेरे को एक ही लगा, मैं मैसिवली काम करते चले गया। पर उसके बाद हुआ क्या मैं आपको बताता हूँ, जो चमत्कार। तो सबसे पहले हमको विनिंग टीम सिस्टम एक ही बोलता है कि सबसे पहले आप डिफाइन द ड्रीम। आपका ड्रीम जो भी है आप लिख के दीवार पे लगा दीजिए। आपका जितना बड़ा ड्रीम होगा उतना जल्दी आपका सक्सेस होगा। तो मैं इमीडिएटली जैसे घर पहुंचा तो मेरे ड्रीम्स लिख के अनाउंस कर दिया, ड्रीम बुक भी बना के रखा। आप देख सकते हैं ये ड्रीम्स में गोक्राउंड 2018 में जो ड्रीम लिखा, मेरा ड्रीम कार था, उसका फर्स्ट ड्रीम कार। उसके बाद ये सारे ड्रीम्स जो सिस्टम बोला है, सिस्टम को मैं फॉलो करते ये पूरा लिख के रखा डेट के साथ। जो मेरा पुराना घर है ये अलमारी के ऊपर, ये दीवार के ऊपर, और इसके साथ यहाँ पे आप देख सकते हैं मेरा पहला महीना यहाँ पे क्राउन डायरेक्टर 2020 तक बनना है। यहाँ पे मेरा इनकम मिनिमम 4 लाख होना चाहिए। मैं ये पहले ही लिख के रख दिया था। जो मेरा ड्रीम गाड़ी, मेरा ड्रीम हाउस, ये पूरे ड्रीम्स में लिख के रख दिया। क्योंकि सिस्टम क्या बोल रहा है 10 कोर शब्द में, सबसे पहले डिफाइन द ड्रीम। पहले मैं मेरा क्लियर ड्रीम्स क्लियरली लिख के रखा मैं। आप ഇദ്ദേഹം ബിസിനസ് ബിൽഡ് ചെയ്തത് സിസ്റ്റം ഫോളോ ചെയ്തിട്ടാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, സിസ്റ്റം ഫോളോ ചെയ്തിട്ടാണുള്ളത്.
10 കോർ സ്റ്റെപ്പിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡിഫൈൻ യുവർ ഡ്രീം ആണ്. ഇദ്ദേഹം ഗോ ക്രൗണ്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഡ്രീം ബുക്ക് ബിൽഡ് ചെയ്യാൻ പറഞ്ഞിരുന്നു. ഇദ്ദേഹം തിരിച്ചു വീട്ടിൽ വന്നിട്ട് ചെയ്തിട്ടുള്ള ആദ്യത്തെ പണി ഡ്രീം ഫിക്സ് ചെയ്യലാണ്. ഇദ്ദേഹത്തിന്റെ ഡ്രീം ഫിക്സ് ചെയ്യുകയും അദ്ദേഹം ചുമരുകളിൽ അത് പതിച്ചു വെക്കുകയും ചെയ്തു. ഇദ്ദേഹത്തിന്റെ പഴയ വീട് നോക്കിക്കഴിഞ്ഞാൽ എഴുന്നേൽക്കുന്ന സ്ഥലത്ത് അലമാര, അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹം വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ ഡ്രീമുകൾ ഡിഫൈൻ ചെയ്തു. നിങ്ങൾ ചെക്ക് ചെയ്തു അവിടെ 2020 ക്രൗൺ ഡയറക്ടർ, എന്റെ വരുമാനം എന്തായിരിക്കണം, A to Z, കാറിന്റെ നമ്പർ, കാറിന്റെ കളർ, വീട്, A to Z എല്ലാ കാര്യവും അദ്ദേഹം എഴുതി ചുമരുകളിൽ ഫിക്സ് ചെയ്ത് വെച്ചു. ഏതായിരിക്കണം കാറ്, ഡേറ്റ് എന്താണ്, ഇവിടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മതി. കാറിന്റെ കളർ ബ്ലൂ കളർ ആയിരിക്കണം, സീറ്റ് പിങ്ക് കളർ, മ്യൂസിക് സിസ്റ്റം, ഇൻകം ഇത്ര 4 lakhs in income, ഫസ്റ്റ് ഇയർ, തേർഡ് ഇയർ, ഫിഫ്ത് ഇയർ, ഫോളോയിങ് ദ സിസ്റ്റം, ദ फर्स्ट സ്റ്റെप ഡിഫൈൻ യുവർ ഡ്രീം. അത് വളരെ ശക്തമായിട്ട് അദ്ദേഹം മെൻഷൻ ചെയ്തു. ജി तो उसके बाद मैं सोचा, मैं अभी मेरा तो कॉन्फिडेंस हो गया कि यस मैं 100% 2 करोड़ का घर बनाऊंगा, मगर 2 करोड़ का घर जब मैं बनाऊंगा तो किस लोकेशन में बनाऊंगा, अगर मेरे आसपास के लोग कैसे रहेंगे, हम तो विनिंग टीम वाले हैं, आसपास के लोग तो बाहर सिस्टम वाले हैं, तो इसलिए मैं एक बड़ा ड्रीम सोचा। जब डायमंड डायरेक्टर लेवल पे था, मैं मेरे टीम से 100 करोड़ बनाऊंगा और हम हैदराबाद से एक 30-40 किलोमीटर दूर पे 150 एकड़ का जमीन लेंगे और वहां पे हम 100 विलास बनाएंगे जो 1-1 करोड़ का होगा। ये ड्रीम भी मैं बिल्ड करके उसी दिन जब डायमंड पे था, मेरी इनकम 70,000 थी, उसी तब मैं ड्रीम को डिफाइन करा, क्योंकि जितना बड़ा ड्रीम होगा उतना बड़ा सक्सेस होगा। ഇദ്ദേഹം ഭ്രാന്തമായിട്ടാണ് ഡ്രീം കണ്ടിരുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകൾ കടത്തിൽ മുങ്ങി കിടക്കുന്ന സമയത്താണ് ഇദ്ദേഹം ഡ്രീം കണ്ടിരുന്നത്. വീടിനെ പറ്റി ഫിക്സ് ചെയ്ത സമയത്ത് ഇദ്ദേഹം പറഞ്ഞു, നമ്മൾ വിന്നിംഗ് ടീംകാരാണ്, വിന്നിംഗ് ടീമിനെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ള സൊസൈറ്റിയിൽ വ്യത്യസ്തമാണ്. ആയതുകൊണ്ട് ഇദ്ദേഹം ഏകദേശം കിतना ഇൻകം, ഡയമണ്ട് അപ്പ് 17,000, मैं जब डायमंड था 70,000 70,000 पर मंथ इनकम 70,000. ഇദ്ദേഹം ഡയമണ്ടിൽ 70,000 രൂപയുടെ അടുത്ത് വരുമാനം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു തീരുമാനം എടുത്തു. ടൗണിൽ നിന്ന് ഏകദേശം 30-40 കിലോമീറ്ററിനുള്ളിൽ 150 ഏക്കർ വാങ്ങിച്ച് ഇദ്ദേഹത്തിന്റെ ടീമിൽ നിന്ന് 100 പേരെ വരുമാനം ഉണ്ടാക്കി ഈ 150 പേർക്ക് ഒരു വീട് പണിത് ഒരു സൊസൈറ്റി ബിൽഡ് ചെയ്യണം. വളരെ വലിയ ഡ്രീംസ് ആണ് അദ്ദേഹം കണ്ടിരുന്നത്. ജി तो उसके बाद सिस्टम जो बोल रहा है, देखिए बुक्स सीडी मीटिंग बोल रहा है, तो यहाँ पे आप देख सकते हैं जब मैं शुरू करा था बिजनेस, उस टाइम पे टूल्स में पैसे नहीं होते थे खाने के लिए भी, मगर टूल्स को मैं प्रमोट करता था, टूल को यूज करता था। और विनिंग टीम सीईपी अब जब से आया आज तक मैं हर दिन सीडी सुनता हूँ, रेगुलर सीडीज, हमारे गाड़ियों में भी सीडी होते थे, ऐप आए जब से ऐप में भी हम सीडी सुन रहे हैं और टीम में भी प्रमोट कर रहे हैं। आप देख सकते हैं विनिंग टीम के टूल्स हमारे टीम के लिए कितने हम इंट्रोड्यूस करते थे, बुला भेजते थे लोगों को, एक राउंड को, डायमंड को हम टूल्स इस तरीके से हम शेयर करते थे। हम सिस्टम जो बोल रहा है बुक्स टूल्स को, और उसके बाद मीटिंग, हर मीटिंग को हम छोड़ते नहीं थे। अब छोटा सीवे होने दो और ईडीएस होने दो, हल्ला बोल होने दो, फैमिली रियूनियन होने दीजिए। जब ये मेरा पहला फैमिली रियूनियन है, मैं गोल्ड डायरेक्टर लेवल पे हूँ, ये त्यागरा स्टेडियम में है, जैसे लास्ट में बैठा हूं मैं। ये सामने जो लोग हैं ना, यहाँ पे हमारी टीम बैठी है, जो भी 15, 20, 30 लोग थे यहाँ पे बैठे हैं, और मैं यहाँ से सेल्फी लिया हूँ। मतलब हम सिस्टम जो बोलते हैं बुक्स को प्रमोट करते हैं, टूल्स प्रमोट करते हैं, मीटिंग्स अटेंड करते हैं, एक मीटिंग भी छोड़ते नहीं हम, राइट? ഓക്കെ, രണ്ടാമത്തെ വരുന്നത് CD ബുക്സ് ടൂൾസ്. ഈ കമ്മിറ്റ്മെന്റ് ആണ് വരുന്നത്. ബുക്ക് CD മീറ്റിംഗ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്നെ സംബന്ധിച്ചോളം കഴിക്കാൻ ഭക്ഷണം ഇല്ലാത്ത സമയത്ത് പോലും ഞാൻ ടൂൾസ് വാങ്ങിക്കുകയും ടൂൾസ് കേൾക്കുകയും ടൂൾസ് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. വിന്നിംഗ് ടീം ആപ്പിൽ CP എന്നാണോ വന്നത് അന്ന് മുതൽ ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അന്ന് മുതൽ ഞാൻ കേൾക്കുന്നുണ്ട്. എന്റെ ടീമിന് വേണ്ടിയിട്ടുള്ള ടൂൾസുകൾ കംപ്ലീറ്റ് ഞാൻ പർച്ചേസ് ചെയ്ത് സ്റ്റോക്ക് ചെയ്ത് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. എന്റെ ടീമിൽ വരുന്ന എല്ലാ വ്യക്തികൾക്കും ടൂൾസ് വളരെ രീതിയിൽ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ മീറ്റിംഗും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. വിന്നിംഗ് ടീമിന്റെ CEO ആയിക്കോട്ടെ, CNT ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫാമിലി റിയൂണിയൻ ആയിക്കോട്ടെ, ഹല്ലാബോലോ ആയിക്കോട്ടെ, ഇത് ആദ്യമായിട്ട് ഫാമിലി റിയൂണിയൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളതാണ്. ആ സമയത്ത് ഇദ്ദേഹം ഗോൾഡ്, ഈ പ്രോഗ്രാമിന് പല വ്യക്തികളും പോയിട്ടുണ്ട്. ഇദ്ദേഹം ഇത് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഗോൾഡ് ഡയറക്ടർ മാത്രമായിരുന്നു. ഇദ്ദേഹത്തിന്റെ ടീമിൽ നിന്ന് ഏകദേശം 30ഓളം പേരാണ്, ഈ താഴ്ത്തിരിക്കുന്ന ആൾക്കാർ ഇദ്ദേഹത്തിന്റെ ടീമിൽ നിന്നാണ്. ഏകദേശം 25-30ഓളം ആൾക്കാരാണ് വന്നിട്ട് ടീമിന്റെ കൂടെയാണ് ഫോട്ടോ എടുത്തത്. ഇദ്ദേഹം പറഞ്ഞിട്ട കാര്യം, കമ്മിറ്റ്മെന്റ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു കുറവുമില്ല. അത് വിന്നിംഗ് ടീം എന്താണോ സിസ്റ്റത്തിൽ പറയുന്നത് അത് അതേ രീതിയിൽ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. എക്സ്ക്യൂസുകൾ, കാശില്ല എന്നുള്ള എക്സ്ക്യൂസുകൾ ഇല്ലാതെ. ജി
तो उसके बाद हम मीट जब जाते थे तो टीम में भी फेस मीटिंग करते थे, टीम लीडर्स को तैयार करते थे प्रॉपर टूल्स के साथ, पीएसी करते थे, पर्सनल एक्टिविटी सर्किल हम भी करते थे और टीम में भी हम प्रमोट करते थे। सो लीडर्स को हम ट्रेनिंग सीखते थे और सिखाते थे और हमेशा हम हर मीटिंग को प्रमोट करते थे, हम जाते थे और मोमेंटम क्रिएट करते थे। ग्रुप में भी हम फोटोज डालते थे। जब हम हैदराबाद से गोकर्ण फंक्शन को जा रहे थे, ये एयरपोर्ट में जो फोटो है, राइट, तो हम यहाँ पे देख सकते हैं। यहाँ पे एक चीज मैं आपको बताऊंगा, ये हम जब फैमिली रियूनियन जा रहे थे, गोल्ड डायरेक्टर था उस टाइम पे। यहाँ पे देखिए, यहाँ 1 2 3 4 लोग हैं ये मेरे साथ। ये सिल्वर था, ये गोल्ड थे, ये डायरेक्टर थे, ये डायमंड है। ये 4 लोग भी मोमेंटम में थे, मगर आज 4 में से 2 लोग ही हैं और 2 लोग नहीं है, वो और बाद में आएंगे। तो मैं एक ही बात बताना चाहूंगा, आपके बिजनेस में भी अगर कुछ लोग बिजनेस करते करते रुक रहे हैं, कुछ लोग चले जा रहे हैं, तो कोई टेंशन लेने की बात नहीं है। क्योंकि आप अगर हैदराबाद से दिल्ली पहुंच रहे हैं, जब ट्रेन में बैठे हैं, तो लोग आसपास के आपके जो लोग बैठते हैं ना, वो सारे लोग दिल्ली तक नहीं आएंगे। कुछ लोग मुंबई उतर जाएंगे, कुछ लोग बीच में उतर जाएंगे, कुछ लोग वापस चढ़ेंगे। तो इस बिजनेस में भी आपको कुछ लोग गोल्ड बनाने आएंगे, फिर कुछ लोग डायमंड बनाने आएंगे, कुछ लोग क्राउन बनाने आएंगे, कुछ लोग डीयूसीडी बनाने आएंगे। फाइनली आपको डेस्टिनेशन में पहुंचेंगे। जो शुरुआत में थे वो लास्ट में नहीं हो सकते, उसके लिए टेंशन लेना नहीं है, ये बिजनेस का प्रोसेस है। ഓക്കെ, സോ ആ രീതിയിൽ വിന്നിംഗ് ടീം എന്താണോ പറഞ്ഞത് വളരെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. CEP കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ടീമിൽ പ്രൊമോട്ട് ചെയ്യും. പേഴ്സണൽ ആക്ടിവിറ്റി സർക്കിൾ ഇവര് സ്വയമായിട്ട് ചെയ്യും. ടീമിന്റെ കംപ്ലീറ്റ് പേഴ്സണൽ ആക്ടിവിറ്റി സർക്കിൾ മസ്റ്റ് ആയിട്ട് ചെയ്യിപ്പിക്കും. ഈ രീതിയിൽ വിന്നിംഗ് ടീം സിസ്റ്റം പറയുന്നത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തുകൊണ്ട് തന്നെ ടീം കംപ്ലീറ്റ് എക്സൈറ്റഡ് ആയിരുന്നു. എവിടെയൊക്കെ ഫംഗ്ഷൻസ് ഉണ്ടോ ആ ഫംഗ്ഷനിൽ ടീമായിട്ട് ഒരുമിച്ച് പോയിരുന്നു. നെക്സ്റ്റ് സ്ലൈഡ് സർ. तो ടീമിൽ ഒരുമിച്ച് പോയിരുന്നു. ടീമിൽ പോകുന്ന സമയത്ത്, ഇത് ഫാമിലി റിയൂണിയന് പോകുന്ന സമയത്ത് എയർപോർട്ടിൽ നിന്ന് എടുത്തിട്ടുള്ള ഫോട്ടോ ആണ്. അപ്പൊ ടീമിൽ ഒരു മൊമെന്റം കൊണ്ടുവരാനായിട്ട് സാധിച്ചു. ഇവര് പോകുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ കൂടെയുള്ള ആൾക്കാർ നോക്കുകയാണെങ്കിൽ ഒരു ബ്രൗൺസ് ഉണ്ട്, സിൽവർ ഉണ്ട്, ഒരു ഗോൾഡ് ഉണ്ട്, ഒരു ഡയമണ്ട് ഉണ്ട്. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇദ്ദേഹം DUCD ആയ സമയത്ത് ഇതിൽ മെയിൻ ആയിട്ടുള്ള 2 പേര് ബിസിനസ്സിലില്ല. നിങ്ങൾ ബിസിനസ് സീരിയസ് ആയിട്ട് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ബിസിനസ് ആണ്, നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരുടെ ബിസിനസ് ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങൾ ഇവിടെ നിന്ന് മേ ബി കേരളത്തിൽ നിന്ന് ബോംബെയിലേക്ക് അല്ലെങ്കിൽ ഡൽഹിയിലേക്ക് പോകുന്ന സമയത്ത് തുടക്കത്തിലുള്ള എല്ലാ ആൾക്കാരും ഡൽഹിയിൽ എത്തുന്ന സമയത്ത് ഉണ്ടാവില്ല. ചില ആൾക്കാർ ബോംബെയിൽ ഇറങ്ങും, ചില ആൾക്കാർ ബോംബെയിൽ നിന്ന് കയറും. പക്ഷെ ഡൽഹിയിൽ എത്തുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ ആൾക്കാർ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. ഇത് ഈ ബിസിനസ് അതേപോലെ തന്നെയാണ്. ഈ ബിസിനസിന്റെ പ്രോസസ് അതാണ്. ഇവിടെ ആൾക്കാർ കൂടെ വരും, ചില സമയത്ത് ഇറങ്ങിപ്പോവും, പുതിയ ആൾക്കാർ വരും. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ ബിസിനസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ സക്സസിൽ എത്തുമ്പോൾ നിങ്ങളുടെ കൂടെ നല്ല ആൾക്കാർ കൂടെ ഉണ്ടാവും. ജി, यहाँ पे मैं आपको एक चीज बताना चाह रहा हूँ। यहाँ पे आप देख सकते हैं, मैं हूँ, मेरे साथ एक दूसरे डायमंड, उसके बाद इनके यूसीडी, उनके बाद जो बीच में दिख रहा है ये श्रीनिवास जी है, जो DUCD इनका 5,40,000 है इनका जो चेक। ये उस टाइम ഇപ്പൊ ഇതില് पे ഈ ഫോട്ടോയിൽ പറയുന്ന ഒരു പ്രത്യേകത ഉണ്ട്. ഇദ്ദേഹത്തിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയുന്നുണ്ടാവും. എന്നിരുന്നാലും ഇപ്പൊ മൂന്നാമത് ഇപ്പൊ കർസർ നിൽക്കുന്ന ശ്രീനിവാസൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹവും ഇതിലൊരു DUCD ആണ്. അദ്ദേഹം ഇതിലൊരു 5,40,40,000 രൂപ വാങ്ങിക്കുന്ന വ്യക്തിയാണ്. ये वाले यूनिवर्सल क्राउन डायरेक्टर है। ये श्रीनिवास सिंहाचार्य यूनिवर्सल डायरेक्टर है, 2 लाख प्लस इनकम है। कार अचीवर थे सारे भी। ഇതിൽ കാണുന്ന എല്ലാ ആൾക്കാരും കാർ അച്ചീവേഴ്സ് ആണ്. ഫസ്റ്റ് കാണുന്ന വ്യക്തി യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ ആണ്. സെക്കൻഡിൽ കാണുന്ന വ്യക്തി യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ ആണ്. ഇവരൊക്കെ 2 ലക്ഷം, ഈ തേർഡ് കാണുന്ന വ്യക്തി 2 ലക്ഷം വരെ പ്രതിമാസം ഇൻകം വാങ്ങിക്കുന്നുണ്ട്. എല്ലാ ആൾക്കാരും കാർ അച്ചീവേഴ്സ് ആണ്. ഇത് പക്ഷേ കാർ അച്ചീവ് ചെയ്തതിന് മുമ്പത്തെ ഫോട്ടോയിലെ തുടക്കത്തിലെ ഫോട്ടോ ആണ്. ഓക്കെ, यस, हम उस टाइम पे ट्रेन में जाते थे हमारी टीम को लेके, इतना मोमेंटम, मतलब मीटिंग, मतलब कोई मीटिंग को छोड़ते नहीं थे हम। ट्रेन में जाते, बस में जाते, फ्लाइट में जाते, कैसे भी जाते, मीटिंग तो छोड़ते नहीं थे। तो यहाँ पे आप देख सकते हैं, ये हम श्रीनिवास जी को पहली बार मैं गोकर्ण FRU को लेके जा रहा था। यहाँ पे श्रीनिवास जी DUCD जो बैठे हैं ट्रेन में, पहला मीटिंग मेरे साथ आ रहे थे। ये हमारे वाइफ है, हमारे टीम, हम ट्रेन में जा रहे थे। उस वक्त वो कौन सी लेवल पे थे जब वो पहली बार फैमिली रियूनियन जा रहे? तो गोल्ड डायरेक्टर, ഗോൾഡ് ഡയറക്ടർ. ഇപ്പൊ ഇത് ഒരു തരത്തിലും ഫംഗ്ഷൻ പറ്റില്ല. മേ ബി ട്രെയിനിലായിരിക്കാം, ബസ്സിലായിരിക്കാം, ഫ്ലൈറ്റിലായിരിക്കാം, എന്ത് ചെയ്തിട്ടായാലും ഫംഗ്ഷന് പോകും, ടീമിൽ നിന്ന് മാക്സിമം ആൾക്കാരെ കൊണ്ടുപോകും. ഇത് ആദ്യമായിട്ട് ഫാമിലി റിയൂണിയന് പോകുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ വൈഫ് കൂടെ ശ്രീനിവാസൻ എന്ന് പറയുന്ന വ്യക്തി, അന്ന് അദ്ദേഹം ഗോൾഡ് ഡയറക്ടർ ആയിരുന്നു, ഇന്ന് അദ്ദേഹം DUCD ആണ്. ജി, तो हम इसके बाद जो सिस्टम 10 कोर स्टेप में बोलता है, तीसरा 100% प्रोडक्ट यूज।
जब प्रोडक्ट लोग बिजनेस को शुरुआत करने जाते हैं तो पहले सप्लीमेंट्स के बारे में हम लोग डरते थे, टीम में डरते थे लोग, ये सप्लीमेंट क्या है, टैबलेट है क्या, वो है क्या, लोग खाने के लिए डरते थे। तो मैं एक ही बार 20 सप्लीमेंट्स एक ही बार खा के एक वीडियो बना के ग्रुप में डाल दिया। तो उसके बाद उसके ऊपर मतलब जब भी 100% प्रोडक्ट जब मैं यूज करूंगा तो लोग यूज करेंगे। तो इसलिए जब से वीडियो वायरल हो गया तो टीम में लोग सप्लीमेंट पे खाना शुरू कर दिए हैं। और जब बिजनेस शुरुआत करते हैं, जब मैं ऑलरेडी लगभग 24 लाख प्लस 27 लाख ऑलरेडी खर्चे में था, मंथली 70,000 में इंटरेस्ट पे करता था। मगर मेरा चैलेंज एक बड़ा हो गया, लोग किसी को भी अगर प्लान बताते हैं, हैदराबाद में ओनली 1 स्टोर था लगभग 25 किलोमीटर दूर। तो हर कोई प्लान बताए तो बोलते थे अगर हमारे पास साबुन हो गया तो उतना दूर जाना क्या, हमारे पास पेस्ट हो गया तो 25 किलोमीटर जाना क्या, लोग बोलते थे। तो मेरे को प्रॉब्लम ये आ रहा है, तो उस टाइम पे मैं क्या करा, लोग 3,000 5,000 से शुरुआत करने के लिए डरते हैं, मैं 1 लाख रुपए से परचेस कर रहा हूँ। पहला बिल मेरा 3,700 था। नेक्स्ट टाइम और खर्चे में कर रहा और 1 लाख रुपए लेके 1 लाख रुपए का प्रोडक्ट मेरे नंबर पे आईडी पे खरीद के, और मैं हमारे ट्रैवल्स का ऑफिस है, ये ट्रैवल्स का ऑफिस यहाँ पे दिख रहा है आपको, बैग भी दिख रहा है, ट्रैवल्स के ऑफिस में प्रोडक्ट सेटअप कर दिया। जिसी को भी प्लान बताता हूँ, ऑफिस कहाँ है, प्रोडक्ट कहाँ मिलेगा, ये हमारे ऑफिस में मिलेगा, जाओ आप आईडी नंबर बना के दे देता हूँ, लिख देते हैं। फिर एवरी 3 डेज के बाद मैं हेड ऑफिस जाता हूँ, उनका बिल बना के फिर वापस ला के उनका बिल, उनका ऑफर प्रोडक्ट उनको देता हूँ। ऐसा करते करते मैं 2 साल में क्राउन बन गया, 1 लाख की इनकम पे पहुंच गया। ഗായ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഇദ്ദേഹം ടൂൾ ടീമിൽ അത്രയധികം പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ടൂൾസിൽ ഭയങ്കര സക്സസ് ഉണ്ടായി, ടീമിൽ ആൾക്കാർ ആക്റ്റീവായി. 2 പ്രൊഡക്റ്റ് 100% പ്രൊഡക്റ്റ് യൂസ്. നമ്മുടെ മെയിൻ പ്രൊഡക്ട്സ് വരുന്നത് സപ്ലിമെന്റ്സ് ആണ്. സപ്ലിമെന്റ്സിനെ പറ്റി ആരെങ്കിലും അടുത്ത് പറയുമ്പോൾ തന്നെ ഭയങ്കര ഭയമാണ്, ഇത് നടക്കുവോ ഇല്ലയോ, ഇത് എന്തെങ്കിലും ബുദ്ധിമുട്ടാവോ. ഇദ്ദേഹം എന്ത് ചെയ്തു, ഇദ്ദേഹം ഒരു വീഡിയോ ഉണ്ടാക്കി 20 സപ്ലിമെന്റ്സ് കയ്യിലെടുത്തിട്ട് കഴിക്കുന്ന വീഡിയോ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും വിട്ടു ടീമിലെ. അത് കാണുമ്പോൾ അത് ഓട്ടോമാറ്റിക് വൈറലായി. അത് കണ്ടതിന് ശേഷം ടീമിലുള്ള ആൾക്കാർക്ക് സപ്ലിമെന്റ്സ് കഴിക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടായി. ഫസ്റ്റ് തിങ് ഇതാണ്. 20 കഴിച്ച് കയ്യോടെ കഴിച്ച് അദ്ദേഹം ടീമിൽ അത് പ്രൊമോട്ട് ചെയ്തു. അപ്പൊ ആൾക്കാർക്ക് കഴിക്കാനുള്ള ധൈര്യം ഉണ്ടായി. ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, നമ്മളൊക്കെ ഫേസ് ചെയ്യുന്ന ചലഞ്ചാണ് പ്രൊഡക്റ്റ് എവിടെ കിട്ടും. ഇദ്ദേഹത്തിന്റെ അടുത്ത് എവിടെയെങ്കിലും ഇദ്ദേഹം ബിസിനസ് തുടങ്ങിയ സമയത്ത് പ്രൊഡക്റ്റിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ 25 കിലോമീറ്റർ ദൂരെയുള്ള ബ്രാഞ്ച് ഓഫീസാണുള്ളത്. ആൾക്കാർ പറയും ഒരു സോപ്പ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 25 കിലോമീറ്റർ പോകണോ. അപ്പൊ ഇദ്ദേഹം ഓൾറെഡി 25 ലക്ഷം കടം ഉണ്ടായിരുന്ന സമയത്ത് ഇദ്ദേഹം ബിസിനസ് സീരിയസ് ആയി എടുത്തു കഴിഞ്ഞപ്പോ വീണ്ടും 1 ലക്ഷം കടം വാങ്ങിച്ചിട്ട് ഇദ്ദേഹത്തിന്റെ പേരിൽ 1 ലക്ഷത്തിൽ പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഇദ്ദേഹത്തിന്റെ ട്രാവൽ ഏജൻസിയിൽ സ്റ്റോക്ക് ചെയ്തു. അപ്പൊ ഏതെങ്കിലും വ്യക്തിയുടെ അടുത്ത് ബിസിനസ് സംസാരിക്കുമ്പോൾ എവിടെ പ്രൊഡക്റ്റ് കിട്ടും എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം പറയും എന്റെ ട്രാവൽ ഏജൻസി ചെല്ലൂ, നിങ്ങൾ അവിടെ ID ക്രിയേറ്റ് ചെയ്യൂ, അത് കഴിഞ്ഞിട്ട് അവിടുന്ന് പ്രൊഡക്റ്റ് വാങ്ങിക്കൂ. എല്ലാ 3 ദിവസം കൂടുമ്പോൾ ഇദ്ദേഹം ഈ ഓർഡറും പ്രൊഡക്റ്റും ജോയിനിങ്ങുമായിട്ട് ഇദ്ദേഹം ചെല്ലും. ഇദ്ദേഹത്തിന്റെ വണ്ടിയായിട്ട് ഇദ്ദേഹം തന്നെ എല്ലാ കാര്യങ്ങളും പർച്ചേസ് ചെയ്ത് ലോഡ് നിറച്ച് തിരിച്ചു കൊണ്ടുവന്ന് ഇദ്ദേഹത്തിന്റെ ട്രാവൽ ഏജൻസിയിൽ നിറച്ചു വെക്കും. ഇങ്ങനെയാണ് പ്രൊഡക്റ്റിന്റെ അവൈലബിലിറ്റി ബിസിനസ് ബിൽഡ് ചെയ്തത്, ഇദ്ദേഹം 1 ലക്ഷം എത്തുന്നത് വരെ. ജി സർ. सर फिर इसके बाद मैं क्या लिस्ट जो हमारे 10 कोर स्टेप में बताते हैं, लिस्ट बनाते हैं, हम पहले दिन से बताते थे, लिस्ट करते थे। ऐसा मैं लोगों का लिस्ट बनाता था, जिसको प्लान बताना है, कहाँ कहाँ बताना है, तो यहाँ पे कौन कौन कहाँ पे होता है, लिस्ट बनाता था। उसके बाद संडे मीटिंग्स का सेपरेट एक लिस्ट बनाता था, संडे एक मीटिंग में किस किस को प्रमोट करना है। और इवनिंग EDS मीटिंग जब होता था, EDS के लिए लिस्ट सेपरेट बनाता था, EDS को किसको। और यहाँ पे गोक्राउन दिल्ली जाना है तो गोक्राउन को कौन कौन लोग आने वाले यहाँ पे देख सकते हैं, 9/08/2018 दिल्ली गोक्राउन, यहाँ पे लिस्ट बनाता था। जैसे जैसे लोग कंफर्म होते उनका नाम कट कर देता था। ऐसा लिस्ट मतलब जो सिस्टम बोल रहा है वो सिस्टम को कंसिस्टेंसी फॉलो करते करते हम यहाँ पे पहुंचे हैं. ഓക്കെ, അടുത്ത കമ്മിറ്റ്മെന്റ് ആണ് മേക്ക് എ ലിസ്റ്റ്. ലിസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഇദ്ദേഹം ലിസ്റ്റ് ഉണ്ടാക്കുക, നമ്മൾ വിളിക്കുന്നത് പ്രോസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരുടെ ലിസ്റ്റ് മാത്രമാണ്. പക്ഷെ ഇദ്ദേഹം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ചെയ്യുന്നത് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഗ്രൂപ്പിൽ ഫോർവേഡ് ചെയ്യാണ് ചെയ്തിരുന്നത്. പക്ഷെ ഇദ്ദേഹം ചെയ്തിരുന്നത് എന്താണ്, ഇദ്ദേഹം പ്ലാൻ കൊടുക്കാനുള്ള ആൾക്കാരുടെ ലിസ്റ്റ് മാത്രമല്ല, ഓരോ ഫംഗ്ഷൻ വരുമ്പോഴും ഫംഗ്ഷനിൽ ആരെ അറ്റൻഡ് ചെയ്യിക്കണം എന്നുള്ളത് പേരെഴുതി പേഴ്സണലി വിളിച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. ഓരോ ഫംഗ്ഷൻ EDS ആയിക്കോട്ടെ, ഫാമിലി റീയൂണിയൻ ആയിക്കോട്ടെ, സൺഡേ മീറ്റിംഗ് ആയിക്കോട്ടെ, ഡൽഹി കോഗ്രൗണ്ട് ആയിക്കോട്ടെ, ഇദ്ദേഹം ഒരു പ്രോഗ്രാം വന്നാൽ ഓട്ടോമാറ്റിക് ആരൊക്കെ കണക്ട് ചെയ്യണം എന്നുള്ള ലിസ്റ്റ് എഴുതിയിട്ട് വിളിക്കും, പേഴ്സണലി വിളിക്കും. അങ്ങനെ ഒരാൾ കൺഫേംഡ് അല്ലെങ്കിൽ വരുന്നില്ല എന്ന് ഉറപ്പായ ഒരു പേര് വെട്ടും, ബാക്കിയുള്ള ആൾക്കാരുടെ മണി വയ്ക്കും. ഫോളോ അപ്പ് സിസ്റ്റം എന്താണോ പറയുന്നത് 100% ഫോളോ ചെയ്തത് കൊണ്ടാണ് ഇദ്ദേഹത്തിനോട് എത്തിച്ചേരാൻ സാധിച്ചത്. ജി.
तो उसके बाद इनवाइट कांटेक्ट, यहाँ पे इनवाइट कांटेक्ट करने का तरीका मैं पहली बार गलती करा था। मतलब जिसको प्लान बताना है तो मैं इमीडिएटली मीटिंग अटेंड करा, गया, फोन करा, फोन करके बोला मैं बहुत अच्छा बिजनेस देखा, आप जल्दी से आधार कार्ड भेज दो, मैं आपको अच्छा बिजनेस बताऊंगा, 1 लाख रुपए कमा सकते हैं महीने को। तो लोग फोन उठाना छोड़ दिए। अभी श्रीनिवास जी जो है, ये आपको दिख रहे हैं, ये श्रीनिवास DUCD है जो 5,40,000 इनकम वाले हैं। इनको मैं बताया फोन में, तो 6 महीने वो मना करें। फिर उसके बाद मेरा इनकम 30,000 32,000 पहुंचा था। फिर उस टाइम पे उन्होंने डिसीजन लिए। फिर उसके बाद मैं प्रॉपर सिस्टम फॉलो करा, फोन में बताया नहीं, उनके घर गया, उनको बोला आप कुछ लोगों को बुलाओ, आसपास के लोगों को बिठाया और प्लान बताया और डेमो करा। और ये बॉडी पॉलिश का स्मेल देख रहे हैं यहाँ पे आप, ये हैंड से बॉडी पॉलिश का ये देख रहे हैं। फिर होम मीटिंग करा, पर्सनल मीटिंग करने के बाद फिर होम मीटिंग करा। फिर उसके बाद DLCP में भी मीटिंग करते थे हम। यहाँ पे देख सकते हैं, ये भी श्रीनिवास जी है जो पहला मीटिंग अटेंड करने आए थे, श्रीनिवास जी। तो ये पूरा में हम क्या करते थे, पहले घर पे जाके प्लान बताते थे, फिर उसके बाद DLCP में कहीं एक मीटिंग अरेंज करते थे, DLCP में मीटिंग करते थे। तो इस तरीके से हम मोमेंटम में जो सिस्टम बना उसको करते करते आ रहे थे। ഓക്കെ, എങ്ങനെയാണ് മൊമെന്റം ക്രിയേറ്റ് ചെയ്തത്? തുടക്കത്തിൽ ഇദ്ദേഹം വളരെയധികം മിസ്റ്റേക്ക് ആണ് ചെയ്തത്. ആൾക്കാരെ ഫോണിൽ വിളിക്കും, ഫോണിൽ വിളിച്ചിട്ട് പറയും ഒരു നല്ല ബിസിനസ് ഉണ്ട്, നീ നിന്റെ ആധാർ കാർഡ് നമുക്ക് 1 ലക്ഷം രൂപ വരെയൊക്കെ സമ്പാദിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ കുറെ പേരെ വിളിക്കുകയും കുറെ കാട്ടിക്കൂട്ടലും ചെയ്തു. അവസാനം എന്താ വെച്ചാൽ ഇദ്ദേഹത്തിന്റെ ഫോൺ ആരും എടുക്കാണ്ടായി തുടങ്ങി. പിന്നീടാണ് സിസ്റ്റം മനസ്സിലാക്കിയത്. സിസ്റ്റം മനസ്സിലാക്കിയതിനു ശേഷം ആൾക്കാരുടെ അപ്പോയിന്റ്മെന്റ് എടുത്ത് വീട്ടിൽ ചെന്ന് ബിസിനസ് പേഴ്സണലി സംസാരിക്കും, പ്രൊഡക്റ്റ് എക്സ്പീരിയൻസ് ചെയ്ത് കൊടുക്കും. പ്രൊഡക്റ്റ് ഇപ്പൊ ഇവിടെ കാണുന്നത് ശ്രീനിവാസിന്റെ വീട്ടിൽ ആദ്യമായിട്ട് എടുത്ത മീറ്റിംഗ് ആണ്. ആദ്യമായിട്ട് ഇദ്ദേഹം ഇരുന്ന സമയത്ത് ബോഡി പോളിഷ് സ്മെല്ല് ചെയ്യുന്നതാണ് അദ്ദേഹം കാണുന്നത്. ബോഡി പോളിഷ് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് ഫോട്ടോ ആണ് നിങ്ങൾക്ക് കാണുന്നത്. അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് പേഴ്സണലി മീറ്റിംഗ് എടുത്താൽ അടുത്തത് തന്നെ അയാളുടെ വീട്ടിൽ ഒരു ഹോം മീറ്റിംഗ് ചെയ്യും. ഹോം മീറ്റിംഗ് ചെയ്തിട്ട് ആൾക്കാരെ കണക്ട് ചെയ്യും. അത് കഴിഞ്ഞാൽ ഈ എല്ലാ ആൾക്കാരെയും കൂടിയിട്ട് തൊട്ടടുത്തുള്ള ഓഫീസ് DLCP എവിടെയാണെങ്കിൽ അവിടെ മീറ്റിംഗ് ചെയ്യും. ഈ ആൾക്കാരെ അങ്ങോട്ട് കണക്ട് ചെയ്യും. ഇത് 5,40,000 വാങ്ങിക്കുന്ന ശ്രീനിവാസ് ജി ആദ്യമായിട്ട് ഒരു ഹോൾ മീറ്റിംഗിന് വന്നിട്ട് ഇരിക്കുന്നതാണ്. ആ കോലവും ആ ഇരിപ്പും നിങ്ങൾക്ക് കാണാൻ ശ്രദ്ധിക്കാം. പക്ഷെ ഇദ്ദേഹം ഇന്നത്തെ ഒരു DUCD ആണ്. DUCD വന്നത് ആ മീറ്റിംഗിലൂടെയാണ്. ജി तो उसके बाद हम सिस्टम जो बोला था उसको शो द प्लान के लिए हम अपलाइन को कभी इस्तेमाल करें, जिस दो प्लान के लिए हम कस्टम अपलाइन को बुलाए। फिर उसके बाद हम खुद प्लान बताना शुरू कर दिए। जब मैं 2 व्हीलर था मेरे पास, जहां पे भी प्लान बताने जाता था मेरे पास प्रॉपर टूल्स होते थे, डेमो किट होता था और प्रोडक्ट भी होते थे। ये मेरा 2 व्हीलर है और मेरे को पहले दिन से कॉन्फिडेंस था, यस मैं एक दिन 100% DUCD बनूंगा और ये फोटो एक दिन बताऊंगा। मैं पहले दिन से फोटो निकाल के रखता था क्योंकि 100% आई एम गोइंग DUCD बोल के। तो ये जब 2 व्हीलर पे जाता था तो उस टाइम पे सेल्फी निकाला था मैं। तो ग्रुप ग्रेट सर। नहीं बोलिए आप कंटिन्यू, उसके बाद मैं करूँ तो उसके बाद हम जहां पे भी जाते थे प्रोडक्ट लेके जाते थे, लोगों को प्लान बताते थे, बोर्ड रखते थे, ये सारे मैसिव एक्शन। मतलब इतना हम खाना देखते नहीं थे, पीना नहीं देखते थे, जहां पे भी जाते थे प्लान बताते थे, प्लान 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 मैक्सिमम जहां पे 200 300 किलोमीटर 2 व्हीलर पे चले जाते थे, कार पे भी चले जाते थे, राइट। इस तरीके से हम प्लान, मैसिव प्लान, मतलब हमको बताना है, सक्सेस हमको होना है, राइट। तो हम खुद प्लान बताते थे। 2 ही प्लान ഓക്കെ, അടുത്ത കമ്മിറ്റ്മെന്റ് ആണ് ഷോ ദ പ്ലാൻ. ഷോ ദ പ്ലാനിൽ പ്രത്യേകമായിട്ട് ഷോ ദ പ്ലാൻ ആര് കൊടുക്കണം, ആരുടെ ബിസിനസ്, എന്റെ ബിസിനസ് ആണെങ്കിൽ ഞാൻ കൊടുക്കണം. ഇദ്ദേഹത്തിന്റെ അപ്ലൈനെ കൊണ്ട് 2 പ്രാവശ്യം മാത്രമേ ബിസിനസ് പ്ലാൻ പറയിപ്പിച്ചിട്ടുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്കും ഇദ്ദേഹം ഗോക്രാൻ അറ്റൻഡ് ചെയ്തതിനു ശേഷം ഇദ്ദേഹത്തിന് കോൺഫിഡൻസ് ആയി, ഈ ബിസിനസ്സിൽ ഞാൻ എന്തായാലും വിജയിക്കും, ഇതിൽ ഞാൻ DUCD ആവുന്നത് തീരുമാനമായി. പ്രൊഫഷണൽ രീതിയിൽ ടൂൾസും പ്രൊഡക്റ്റും അടങ്ങുന്ന എവിടേക്ക് പോകുന്നുണ്ടെങ്കിലും ടൂൾസ് കയ്യിലുണ്ടാവും, ഇദ്ദേഹത്തിന്റെ പ്രൊഡക്ട്സ് കയ്യിലുണ്ടാവും ഡെമോന് വേണ്ടിയിട്ട്. ആദ്യമായിട്ട് ഒരു മീറ്റിംഗ് എടുക്കാൻ പോകുന്നതിന്റെ ഫോട്ടോ ആണ് ഈ ഫോട്ടോ എടുക്കുന്നത്. അദ്ദേഹം സെൽഫി എടുത്തു. കാരണം കടത്തിന്റെ കൊടുമുടിയിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും ഇദ്ദേഹത്തിന് കോൺഫിഡന്റ് ആയിരുന്നു, ഞാൻ DUCD ആകും ഒരു ദിവസം. ആ സമയത്ത് കാണിക്കാൻ ഒരു ഫോട്ടോ വേണം എന്നുള്ളത് കൊണ്ട് ഫോട്ടോ എടുത്തിട്ടാണ് ഇദ്ദേഹം മീറ്റിംഗിന് പോയിരുന്നത്. കണ്ടിന്യൂസ് മീറ്റിംഗ്സ് ആയിരുന്നു. ഫുഡ് നോക്കില്ല, സ്ഥലം നോക്കില്ല. 100-200 കിലോമീറ്റർ പോലും ബൈക്കിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ബാക്ക് ടു ബാക്ക് ബിസിനസ് പ്ലാനുകളാണ്, കണ്ടിന്യൂസ് പ്ലാനുകളാണ് തുടക്കത്തിൽ കാണിച്ചുകൊണ്ടുണ്ടായിരുന്നത്. എല്ലാം ഇദ്ദേഹം തന്നെ റെസ്പോൺസിബിലിറ്റി എടുത്തിട്ടാണ്. ബിസിനസ് നമ്മുടേതായതുകൊണ്ട് നമ്മൾ വേണം അത് ചെയ്യാൻ. ജി तो एक बंदा एक बार मेरे को यूट्यूब में देख के बैंगलोर से फोन करे थे, बैंगलोर से फोन करके बोले आपका ये प्लान मैं यूट्यूब में देखा हूँ, मेरे को अच्छा लगा, मैं भी बिजनेस शुरू करूंगा। तो उसी बार 2 दिन के बाद संडे के दिन SP भारिल सर का मीटिंग था बैंगलोर में, कंज्यूमर एम्पावरमेंट अपॉर्चुनिटी के नाम से।
तो वो मीटिंग बैंगलोर में हो रहा था। मैं ये हमारा प्रॉस्पेक्ट जो है यूट्यूब में बैंगलोर से कॉल करा, तो मैं उनको बोला ठीक है मैं आ जाऊंगा बैंगलोर, हमारा एक मीटिंग हो रहा है, मैं वहां पे सिस्टम पे कनेक्ट कर दूंगा आपको बोल के मैं एक दिन पहले ट्रेन का टिकट बुक कर लिया। एक दिन पहले ट्रेन टिकट बुक करा, सैटरडे निकलना था नाइट में, संडे पहुंचना था वहां पे। ये मीटिंग जो हो रहा था बैंगलोर में, तो मेरे को जो बंदा यूट्यूब से देख के फोन करा, ये बंदा फोन करा था, मैं इनके लिए एक सिर्फ एक बंदा फोन करा, उसके लिए मैं जाने के लिए तैयार हो गया। 500-600 किलोमीटर हैदराबाद से ट्रेन टिकट बुक करा, ट्रेन कंफर्म भी नहीं हुआ, सीट कंफर्म नहीं हुआ, तो फिर भी मैं यहाँ पे आप देख सकते हैं ट्रेन में कहाँ बैठा हूं मैं, जहां से लोग उतर के जाते हैं, बाथरूम होता है ना, वो बाथरूम की जगह, मतलब रात में 12 बजे तक मैं ठहर के था, लोग पूरे सो रहे थे, मेरे को बैठने को जगह नहीं थी, सैटरडे का दिन था, ट्रेन फुल था। ठहर के फिर मैं सोचा यहाँ पे मैं ओढ़ने के लिए लेके गया था, आधा नीचे बिछाया आधा ऊपर ओढ़ लेके, जहाँ पे उतरते वहां पे बैठ के मैं बैंगलोर पहुंचा। रात भर बराबर नींद नहीं थी मेरे को, क्योंकि मेरे को कमिटमेंट था, मेरे को ये पूरा दिख रहा नहीं था मेरा। मैं जब यहाँ पे जा रहा था मैं डायमंड लेवल पे था, लगभग 70,000 की इनकम थी मैं यहाँ पे जब बैंगलोर जा रहा था। तो मेरे को एक ही मेरा फोकस, एक ही है मेरा ड्रीम, मैं DUCD, मेरा इनकम बढ़ेगा, मेरे फाइनेंशियल प्रॉब्लम सॉल्व हो जाएंगे, बस वो एक ही फोकस था। ഓക്കെ. അപ്പോ ഇദ്ദേഹം ബിസിനസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഇതിൽ നടുക്ക് നിൽക്കുന്നത് സഞ്ജൻ സാറാണ്. संजन सर और इधर बंदा ये बीच में रखा है, वो केरला का बंदा है, हम उनको पहले जानते हैं, ऐसे ही बता रहा था. ഓക്കെ. ഇദ്ദേഹം യൂട്യൂബില് വീഡിയോ, ഇദ്ദേഹത്തിന്റെ പ്ലാൻ പ്രസന്റേഷൻ കണ്ടിട്ട് ബാംഗ്ലൂരിൽ നിന്ന് ഒരു കക്ഷി വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ബിസിനസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം വിളിക്കുന്നത് വെള്ളിയാഴ്ചയാണ്. ഞായറാഴ്ച അവിടെ SP സാറിന്റെ പ്രോഗ്രാം ഉണ്ട്. ഇദ്ദേഹം അപ്പൊ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഈ വ്യക്തിയാണ് ഇദ്ദേഹത്തിന് വിളിച്ചത്. ടിക്കറ്റ് ബുക്ക് ചെയ്തു, ടിക്കറ്റ് കൺഫേം ആയില്ല. പക്ഷെ കൺഫേം ആയില്ലെങ്കിലും ഡയമണ്ട് ആണ്, 70,000 രൂപ വാങ്ങിക്കുന്നുണ്ട്, എക്സ്ക്യൂസുകൾ പറയാൻ അദ്ദേഹം നിന്നില്ല. അദ്ദേഹം പറഞ്ഞു എനിക്ക് ഉറപ്പാണ് ഇതിൽ ഞാൻ DUCD ആവും, ഇതിൽ DUCD ആകുന്നതോടുകൂടി എന്റെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള എല്ലാ പ്രശ്നവും തീരും. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ഫോക്കസ് ബിസിനസ് എക്സ്പാൻഷനിലും ബിസിനസ് കമ്മിറ്റ്മെന്റിലും മാത്രമായിരുന്നു, പ്രശ്നങ്ങളിലായിരുന്നില്ല. ടിക്കറ്റ് റിസർവ് ആയി കൺഫേംഡ് ആയില്ലെങ്കിൽ പോലും ഇവിടെ നമുക്കറിയാം ബാത്റൂമിനോട് സൈഡ് ചേർന്ന ആൾക്കാർ നടക്കുന്ന വഴിയുണ്ട്, അവിടെ നിന്ന് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോൾ ഡിസ്റ്റർബൻസ് ആവും. എങ്ങനെയൊക്കെയോ ഉറങ്ങി കംപ്ലീറ്റ് ആവാൻ സാധിച്ചില്ല, അദ്ദേഹത്തിന് ഉറക്കം കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. പക്ഷെ എന്നിരുന്നാലും അദ്ദേഹം ബാംഗ്ലൂർ എത്തി, അദ്ദേഹത്തിന്റെ ബിസിനസ് പ്ലാൻ കാണിച്ചു. കമ്മിറ്റ്മെന്റിലാണ് ഫുൾ ഫോക്കസ്. ജി സർ. तो उसके बाद हम प्लान को चले जाते थे, कहाँ पे खा रहे, कहाँ पे मिल रहा है, कभी खाना मिलेगा कभी नहीं मिलेगा। तो हम यहाँ पे देख सकते हैं, एक बार महाराष्ट्र चले गया था, दूसरा स्टेट में प्लान बताने के लिए, वहां पे रात हो गई थी। तो एक जिसके पास कंज्यूमर को प्लान बताने गए थे, उसके घर के ऊपर जाके सो गए नाइट में, क्योंकि वहां पे रात हो गई थी। दूसरे दिन प्लान थे, वहां पे होटल वोटल कुछ थे नहीं, छोटा गाँव था। फिर उसके घर के ऊपर जाके सो गए, वहां पे सीढ़ी भी नहीं थे घर ऊपर चढ़ने के लिए। यहाँ पे जैसा दीवार टूटा हुआ है ना, इसके ऊपर से चढ़ना था। फिर ऐसा चढ़ के हम ऊपर सो गए, सुबह उठते में जैसा इसका फोटो ले लिया। मतलब हम इतना एक्शन मैसिवली काम करते थे, हम फोकस हमारा एक ही होता था, बिजनेस सक्सेस ग्रोथ प्लान प्लान प्लान। ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഒറ്റ ഫോക്കസ് ഉണ്ടാവുള്ളൂ, ബിസിനസിന്റെ ഗ്രോത്ത് വേണം, അത് ഗ്രോത്തിന് വേണ്ടി പ്ലാൻ കൊടുക്കണം. ബാക്ക് ടു ബാക്ക് പ്ലാൻ ആയിരുന്നു. ടീമിന്റെ കൂടെ പുറത്തു പോകും, എവിടെയാണ് ഭക്ഷണം കഴിക്കുക, എപ്പോഴാണ് ഭക്ഷണം കഴിക്കുക, ഭക്ഷണം കഴിക്കൂല്ലേ നോക്കിയിരുന്നില്ല, ഫോക്കസ് ഒന്ന് മാത്രമായിരുന്നു. ബിസിനസ് പ്ലാൻ കൊടുക്കുക, ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുക. ഒരു പ്രാവശ്യം ബിസിനസ് പറയാൻ വേണ്ടിയിട്ട് മഹാരാഷ്ട്രയിൽ പോയി. ഹൈദരാബാദിൽ നിന്ന് വളരെ ദൂരെയാണ് മഹാരാഷ്ട്ര. അവിടെ പറഞ്ഞ് എത്തി, കാര്യങ്ങൾ പറഞ്ഞ് പിടിച്ചു വരുമ്പോഴത്തേക്കും വളരെ വൈകി, പോകാൻ പോലും പറ്റിയില്ല. ആ വീടാണെങ്കിൽ അവിടെ കടക്കാനുള്ള ഫെസിലിറ്റി പോലും ഇല്ല. അവസാനം നിങ്ങൾക്ക് ഈ പടത്തിൽ കാണാം, ഏകദേശം പൊളിഞ്ഞ ചുമരുമ ചവിട്ടി കയറി വീടിന്റെ ടെറസിലാണ് കിടന്നുറങ്ങിയത്. പക്ഷെ ഇതൊന്നും, ഈ പ്രശ്നങ്ങളൊന്നും അദ്ദേഹത്തിനെ ബാധിച്ചിരുന്നില്ല. ഈ സമയത്തൊക്കെ അദ്ദേഹം ഫോട്ടോ എടുത്തിരുന്നു, കാരണം അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം ഉറപ്പായിരുന്നു ഞാൻ ഇതിൽ DUCD ആവും, DHCD ആവുന്ന സമയത്ത് ഈ രാവിലെ എഴുന്നേറ്റാണ് ഫോട്ടോ എടുക്കുന്നത്, ഉറങ്ങുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും എല്ലാം എന്റെ സക്സസിന് സ്റ്റോറി എന്നുള്ള രീതിയിലാണ് അദ്ദേഹം എടുത്തിരുന്നത്. സക്സസ് ആകും എന്നുള്ളതിന് യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല. ജി. तो फिर इसके बाद हम जो सिस्टम बोला था, फिर इसके बाद नेक्स्ट स्टेप तक गेट स्टार्टेड। जब भी हम प्लान बताने जाते, कभी खाली हाथ नहीं जाते थे। जिसको भी अगर बिजनेस में प्लान बताते, मेरे साथ प्रोडक्ट होते थे, इमीडिएटली ज्वाइन कर देना, प्रोडक्ट दे देना, फिर उनको उनके नाम पे बिल करा देना। जहां पे भी जाता हूं तो मैं 100% प्रोडक्ट रख के ही जाता हूं मैं। जिसको भी, ये भी आप देख सकते हैं, DUCD के बाद मैं प्लान बताने गया, ये भी मैं प्रोडक्ट लेके फिरता हूँ। आज के दिन भी गए तो मैं प्रोडक्ट लेके जाऊंगा। तो यहाँ पे ये बंदा जो दिख रहा है, इसके डेप्थ में एक अच्छा पढ़ा लिखा आदमी भी मिला है। बंदा कैसे भी रहे तो मैं प्लान बताता हूँ, प्रोडक्ट देता हूँ, उसके डेप्थ में चले जाता हूँ, डेप्थ में काम करता हूँ मैं। ഇപ്പോഴും ശ്രദ്ധിക്കുക, 7ാമത്തെ സ്റ്റെപ്പാണ് ഗെറ്റിംഗ് സ്റ്റാർട്ടഡ്. ഗെറ്റിംഗ് സ്റ്റാർട്ടഡില് വെറുതെ ബിസിനസ് പറഞ്ഞ് വരാറില്ല.
ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഏതൊരു വ്യക്തിയെ കാണാൻ പോകുന്ന സമയത്ത് എന്റെ കയ്യിൽ പ്രൊഡക്റ്റ് ഉണ്ടാവും, ഞാൻ ബിസിനസ് പറയും, ബിസിനസ് പറഞ്ഞു കഴിഞ്ഞിട്ട് കൈയോടെ പ്രൊഡക്റ്റ് കൊടുത്തിട്ടാണ് ഞാൻ വരിക. പ്രൊഡക്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നീട് അവരുടെ നിന്ന് ജോയിൻ ചെയ്തതിനു ശേഷം പ്രൊഡക്റ്റ് കൊടുക്കും, പൈസ വാങ്ങിക്കും, ജോയിനിങ് ചെയ്തതിനു ശേഷം അവരുടെ പേരിൽ അതേ പ്രൊഡക്ട്സ് ഞാൻ ബില്ല് ചെയ്യും. ഒരിക്കലും ഒരു ബിസിനസ്, ഞാൻ DUCD ആണ്, DUCD ആയിട്ട് പോലും ഇപ്പോഴും ഞാൻ പോകുന്ന സമയത്ത് വിത്ത് പ്രൊഡക്റ്റ് ആയിട്ട് ഞാൻ പോകാറുള്ളൂ. ഏതെങ്കിലും സമയത്ത് ഞാൻ പ്രൊഡക്റ്റ് കൊടുത്തിട്ടേ അവിടെ നിന്ന് മടങ്ങാറുള്ളൂ. ഇത് എന്റെ ഒരു കമ്മിറ്റ്മെന്റ് ആണ്. ജി तो इसके बाद काउंसलिंग विद अपलाइन, मतलब हम अपलाइन से हमेशा हम अपलाइन के काउंसलिंग में रहते थे. जो हमारे ग्रेट अपलाइन इंद्रवीर सर, चरण सर है, कुलकर्णी सर है, राइट. हम हमारे अपलाइन जो बोलते हैं वो हर चीज हमारे अपलाइन को बोल के करते थे. हमारे अपलाइन जैसे बोले उस तरीके से हम फॉलो करते करते कभी अपलाइन के आगे हम बात करते ही नहीं. मतलब अपलाइन इस हमारे लाइफ लाइन है. जब अपलाइन जब भी जो भी करेंगे हमारे अच्छे के लिए करेंगे. तो काउंसलिंग विद अपलाइन का मतलब हम हमेशा कितना भी चेक बढ़ने दो, कितना भी लेवल बढ़ने दो, अपलाइन अपलाइन बस अपलाइन के कहने पे हम काम करते थे, सीखते थे, चलते थे. ഓക്കെ, ഈ ഫോട്ടോയിൽ കാണുന്ന കാര്യം ഇത് ഇന്ദ്രവീർ സാർ, ഇദ്ദേഹമാണ് അവിടുത്തെ ഒരു ടോപ്പ് മോസ്റ്റ് അപ്ലൈൻ. അദ്ദേഹത്തിന്റെ താഴത്ത് ചരൺ സാർ ഉണ്ട്, കുൽക്കർണി സാർ ഉണ്ട്, അദ്ദേഹത്തിന്റെ താഴത്താണ് സലീം സാർ വരുന്നത്. ഈ ഫോട്ടോയിൽ കാണുന്ന എല്ലാ ആൾക്കാരും ഇപ്പൊ DUCD-മാരാണ്. പ്രത്യേകം അറിയിച്ചോട്ടെ, ഹൈദരാബാദിലെ DUCD-മാരാണ് ഇവരെല്ലാവരും. എപ്പോഴും അപ്ലൈൻ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് അപ്ലൈന്റെ അടുത്ത് പറഞ്ഞിരിക്കും. ഞാൻ ഡെയിലി വർക്ക് കഴിഞ്ഞാൽ അപ്ലൈന്റെ അടുത്ത് അറിയിച്ചിരിക്കും. അപ്ലൈൻ നമ്മുടെ ലെവൽ എന്തുമായിക്കോട്ടെ, നമ്മുടെ ബിസിനസ് എന്തുമായിക്കോട്ടെ, അപ്ലൈൻ കാരണമാണ് നമുക്ക് ലൈഫിൽ ഗ്രോത്ത് ഉണ്ടായത്. ആയതുകൊണ്ട് അപ്ലൈൻ ഈസ് അവർ ഹെൽപ്പ് ലൈൻ, നമ്മുടെ ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള മാർഗമാണ്. എപ്പോഴും ഞാൻ അപ്ലൈന്റെ അടുത്ത് വെൽ കണക്റ്റഡ് ആയിട്ടാണ് എല്ലാ ആക്ടിവിറ്റിയും ചെയ്തിട്ടുള്ളത്. ജി उसके बाद अकाउंटेबिलिटी के बाद में अगर आए तो हम ये पूरे करते 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 गए, तो आज पता नहीं हमको बाद में पलट के देखे तो पूरा 10 को स्टेप को ही तो फॉलो कर रहे थे हम. अकाउंटेबिलिटी मतलब हम हैदराबाद से 150, 200, 300 किलोमीटर, 400 किलोमीटर दूर भी हम प्लान आज भी करते हैं, मगर जब वहां पे टाइम देते हैं तो टाइम पे पहुंचते हैं. हम अकाउंटेबिलिटी अगर हमारे मुंह से अगर बात निकलता है तो उसको 100% हम फॉलो करते हैं. जो टाइम दिए टाइम पे पहुंचते हैं, कमिटमेंट दिए कमिटमेंट पे पहुंचते हैं, राइट. तो यहाँ पे एक और एक चीज मैं बताने जा रहा हूँ. हैदराबाद में एक्सेलरेटर प्रोग्राम हुआ था. एक्सेलरेटर प्रोग्राम में पहला सेकंड सेशन दो भी सेशन हो रहे थे. जैसे पहला सेशन में फुल हो गया, सेकंड सेशन में ऑलमोस्ट फुल हो गया, मगर पहला सेशन जैसा एंड हो रहा था उसी टाइम पे मेरे को घर से फोन आया, हमारा लड़का खेलते खेलते गिर गया, उसका हाथ टूट गया. तो घर से मेरे को फोन आया, हमारे ससुर जी फोन करे, बच्चा ऐसा इसका हाथ टूट चुका है, वो रो रहा है. तो मैं बोला अभी मेरा मीटिंग चल रहा है, बहुत इंपॉर्टेंट मीटिंग है और फर्स्ट सेशन कंप्लीट नहीं हुआ है, सेकंड सेशन में लोग आने वाले हैं. अगर मैं मीटिंग छोड़ के आ जाऊंगा तो परेशानी होगी, आप कैसे भी उसको संभालो और उसको थोड़ा हॉस्पिटल लेके जाओ, संभालो. बोल के मैं मीटिंग में से नहीं आया क्योंकि उनको देखने वाले हैं. अगर मैं मीटिंग छोड़ के आ जाऊंगा तो मेरे लिए लोग दूर दूर से आ रहे हैं मीटिंग को, उसका कोई रिस्पॉन्स कौन लेगा. तो यहाँ तो काम होगा, हमारे लोग कुछ देखने वाले देखेंगे, मगर मेरा दिल पूरा यहीं पे था, मगर मैं मजबूर था क्योंकि मेरी मीटिंग इंपॉर्टेंट है. क्योंकि ये मीटिंग में मैं मतलब मीटिंग छोड़ के आया नहीं, जैसा सेकंड सेशन खत्म हो गया इमीडिएटली फिर मैं आया, बच्चे को नेक्स्ट डे हॉस्पिटल लेके गया. तो कमिटमेंट जी ജി അടുത്തതാണ് കമ്മിറ്റ്മെന്റ്. കമ്മിറ്റ്മെന്റ് സമയത്തോളം നമ്മളൊരു വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം. ഞങ്ങൾ ഇന്നും 200, 300, 400 കിലോമീറ്റർ ദൂരത്ത് പോയി ബിസിനസ് ചെയ്യുന്നുണ്ട്, ബിൽഡ് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. ഒരാളുടെ അടുത്ത് ഒരു സമയം പറഞ്ഞാൽ അവിടെ ചെന്ന് സമയത്തിന് ചെന്ന് അവരുടെ കൂടെ നിന്ന് ബിസിനസ് ബിൽഡ് ചെയ്ത് അവരെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കമ്മിറ്റ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഇതിൽ മാത്രമല്ല, ബിസിനസ്സിലായാൽ പോലും. ഇപ്പോ നമ്മുടെ കേരളത്തിലെ ആക്സിലേറ്റർ പ്രോഗ്രാം ഒട്ടനവധി ആൾക്കാർ അറ്റൻഡ് ചെയ്തിരുന്നു. ആക്സിലേറ്റർ പ്രോഗ്രാം നടന്ന സമയത്ത് ഇവിടെ ഒരു സെഷനാണ് നടന്നിരുന്നെങ്കിൽ ഹൈദരാബാദ് 2 സെഷൻ, രാവിലെ ഒരു ഹൗസ്ഫുള്ളും സെക്കൻഡ് ഈവനിങ് ഹൗസ്ഫുൾ, അങ്ങനെ 2 സെഷനാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇദ്ദേഹം വളരെയധികം പേർക്ക് പ്രൊമോട്ട് ചെയ്തിട്ട് 2 സെഷൻ, രാവിലത്തെ സെഷൻ കഴിയുന്നതിന് മുമ്പായിട്ട് വീട്ടിൽ നിന്ന് കോൾ വന്നു, മകൻ താഴെ വീണു, കയ്യിന് വയ്യാണ്ടായി, കൈ പ്രശ്നമുണ്ട്, ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് ഫോൺ വന്നു. അപ്പൊ ഇദ്ദേഹം എടുത്ത വഴിക്ക് പറഞ്ഞു, ഇന്നത്തെ ഫസ്റ്റ് സെഷൻ കഴിഞ്ഞിട്ടില്ല, സെക്കൻഡ് സെഷൻ ഞാൻ കുറെ പേര് വിളിച്ചിട്ടുണ്ട്, അവരും ഇനി വരാൻ ബാക്കിയുണ്ട്, ആയതുകൊണ്ട് എനിക്കിപ്പോ ഇവിടുന്ന് വരാൻ സാധിക്കില്ല, നിങ്ങൾ കുട്ടീനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുചെല്ലൂ, കുട്ടീനെ നോക്കൂ, ഞാൻ ഇത് കഴിഞ്ഞിട്ട് മീറ്റിംഗ് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ നെക്സ്റ്റ് ഡേ ആണ് ഇദ്ദേഹം കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇദ്ദേഹത്തിന്റെ മനസ്സിൽ കുട്ടിയോട് സ്നേഹം കുറവുണ്ടായിട്ടോ കമ്മിറ്റ്മെന്റ് കുറവുണ്ടായിട്ടോ എന്ന മനസ്സ് കൂടുതലും അവിടെ തന്നെയാണ്. പക്ഷെ ബിസിനസ്സിലേക്ക് കുട്ടീനെ അവിടെ നോക്കാൻ വേറെ ആൾക്കാരെ അറേഞ്ച് ചെയ്യാൻ സാധിക്കും, പക്ഷെ എന്റെ പ്രോസ്പെറൻസിനെ അറേഞ്ച് ചെയ്യാൻ, ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന പോലെ അറേഞ്ച് ചെയ്യാൻ വേറെ ആൾക്കാരെ നോക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് കുട്ടിയുടെ കാര്യം നോക്കാൻ വേണ്ടി അവരുടെ മുത്തശ്ശനെ ഒക്കെ ഹാൻഡിൽ ചെയ്തു. ഇദ്ദേഹം പിന്നീട് പോയി
പക്ഷെ ഇവിടെ ഇദ്ദേഹം ഫോക്കസ് കൊടുത്തത് ഇദ്ദേഹത്തിന്റെ വാക്ക് കൊടുത്തിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സും പ്രോസ്പെക്ട്സിന്റെ അടുത്താണ്. എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മുടെ പ്രയോറിറ്റി എവിടെയാണോ അവിടെയാണ് നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുക. ജി उसके बाद जो लास्ट पॉइंट आता है लर्नेबल, टीचेबल, डुप्लीकेटेबल। यहाँ पे हम हर मीटिंग में जाते हैं तो यहाँ पे विनिंग टीम कंपनी का CNT प्रोग्राम होता है, VLC प्रोग्राम होता है, VWS होता है। हम हर प्रोडक्ट हर मीटिंग अटेंड करते थे और टीम को अटेंड करवाते थे, सीखते थे। सबसे पहले हम सब मीटिंग को छोड़ते नहीं थे, सबको पास जाते थे, हम सीखते थे। फिर जैसे हम नॉलेज लिए फिर वापस आके उसको इम्प्लीमेंट करते थे, हम उसको और पढ़ते थे, लिखते थे, नोट्स बनाते थे और टीम को सिखाते भी थे। आप देख सकते हैं यहाँ पे हम पहले सीख रहे हैं, फिर उसके बाद हम घर में इम्प्लीमेंट कर रहे हैं, फिर उसके बाद टीम में हम उसको कर रहे हैं, मतलब सिखाने की भी कोशिश कर रहे हैं। जो जैसे एग्री ट्रेनिंग होते हैं, CNT ट्रेनिंग्स होते हैं, जो भी ट्रेनिंग्स होते हैं, हम जूम में भी, हम कोरोना के टाइम पे भी जूम में, हमको जूम चलाने भी आता नहीं था, मगर इस तरीके से भी हम प्लान्स करते थे। तो मैसिवली काम करते थे। ये काम करते करते हमारी लाइफ कैसा बदली मैं वो बताऊंगा आपको। അടുത്ത സ്റ്റെപ്പാണ് ടീച്ചബിൾ ആൻഡ് കോച്ചബിൾ. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ഞങ്ങൾ പോയിരുന്നു, ഞങ്ങൾ പോകും എന്നുള്ളത് ഉറപ്പാണ്. ഞാനും എന്റെ അപ്ലൈൻമാരും എല്ലാവരും പോകുന്നുള്ളത് ഉറപ്പാണ്. ആയതുകൊണ്ട് തന്നെ ടീമും ഓട്ടോമാറ്റിക് കണക്റ്റഡ് ആയി. ഞങ്ങളൊരു ടീമായിട്ട് ഏത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും പോവുക എന്നുള്ളത് ഞങ്ങളുടെ കൾച്ചർ ആയതുകൊണ്ട് ടീമിലും ആ കൾച്ചർ വന്നു. ഏത് മീറ്റിങ്ങിന് പോയാലും ഓട്ടോമാറ്റിക് അവിടെ നോട്ട്സ് എഴുതിയെടുക്കും, ഞങ്ങൾ പഠിക്കുക മാത്രമല്ല അത് ടീമിൽ ഇംപ്ലിമെന്റ് ചെയ്യും, ടീമിൽ പഠിപ്പിക്കാനും നോക്കും. കോവിഡ് ഒക്കെ വന്ന സമയത്ത് സൂം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ ABCD പോലും അറിഞ്ഞിരുന്നില്ല. പക്ഷെ അതിനെപ്പറ്റി പഠിച്ചു, അത് ചെയ്തു. ഞങ്ങളാൽ എന്ത് ചെയ്യാൻ പറ്റുമോ അതിന്റെ 100% ഞങ്ങൾ ചെയ്തു. ഒരിക്കലും ഒന്നും സംശയിച്ച ആക്ഷൻ നിന്നിട്ടില്ല. കോവിഡ് സമയത്തും ഫുൾ മീറ്റിംഗ്സും ഫുൾ ആക്ഷനും ആയിരുന്നു. എല്ലാം ഒന്നും അറിഞ്ഞിരുന്നില്ല, പക്ഷെ എല്ലാം പഠിക്കാനുള്ള മനോഭാവത്തോടു കൂടി പഠിക്കുകയും ചെയ്യണമെന്നുള്ള വാശിയോടുകൂടി ചെയ്യുകയുമായിരുന്നു. ജി तो फिर उसके बाद हमारी लाइफ किस तरीके से बदली आपको बताऊंगा। जब हम फाइनेंशियली मतलब ट्रैवल्स में नुकसान हो गया था, पूरा घर बेच दिए, ट्रैवल्स बेच दिए, सब कुछ खत्म हो गया। हमारे वाइफ के पास जो सोना था, हमारे ससुर जी जब शादी में दिए थे, उसको भी हम गिरवी रख दिए थे सोने की दुकान में। मगर गोल्ड जो है उसको वापस हम सोनार की दुकान में भी रख दिए थे। मगर फिर वापस हम 2018 में रखा था, फिर वापस इसको लेके आया। जिस दिन लेके आया मैं, तो हमारे वाइफ को तो भरोसा नहीं था, ये एक बार गया फिर वापस आएगा नहीं, मगर वापस उसको लेके आया मैं। हमारा ड्रीम वापस फुलफिल होना शुरू हो गए। जिस दिन लेके आया हमारे वाइफ के आंखों में आंसू थे, मेरे आंखों में भी आंसू थे, क्योंकि हम वापस हमारे ड्रीम फुलफिल होना शुरू हो गए। एक टाइम पे ट्रेन भी नहीं चढ़ते थे, हम टू व्हीलर पे घूमते थे, मगर हम एक ही महीने में 2-2 3-3 बार भी हम फ्लाइट ले रहे हैं, राइट। उसके बाद हम जो होटल में कस्टमरों को ड्रॉप करने जाते थे, ये हैदराबाद का 7 स्टार होटल है ताज कृष्णा होटल में हम खाना खाने गए। मतलब जो होटल में लोगों को ड्रॉप करते थे, अभी वही होटल में जाके हम डिनर कर रहे हैं। तो कहां से कहां तक हमारा लाइफ बदल चुका है। तो ये ताज कृष्णा होटल है हैदराबाद में। तो उसके बाद यहाँ से हम एक हमारा ड्रीम कार पहले ब्रीजा लिए, फिर उसके बाद होंडा अमेज ऑटोमेटिक टॉप एंड भी गाड़ी भी लिए हैं। यस, ഗ്രേറ്റ്. ഇപ്പൊ ഈ കമ്മിറ്റ്മെന്റ് 10 കോർ സ്റ്റെപ്പ് ഇദ്ദേഹം എങ്ങനെ ഫോളോ ചെയ്തു എന്നുള്ളത് നിങ്ങൾ ഇപ്പൊ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ഫോളോ ചെയ്ത ലൈഫിൽ എത്രത്തോളം മാറ്റം ഉണ്ടായി. ഇദ്ദേഹം വെറുതെ ഫോളോ ചെയ്യല്ല, 100% കമ്മിറ്റ്മെന്റോടെ, എന്ന് വെച്ചാൽ 100% ഇദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന ലൈഫിനായിട്ടുള്ള മാറ്റമാണ് പറയുന്നത്. മുമ്പ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ഇദ്ദേഹത്തിന് വളരെയധികം നഷ്ടങ്ങൾ വന്നപ്പോ കാറുകൾ വിറ്റു, വീട് വിറ്റു, എല്ലാം വിറ്റ സമയത്ത് ഇദ്ദേഹത്തിന്റെ വൈഫിന്റെ സ്വർണം പണയം വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെച്ച സമയത്ത് ഇത്രയധികം നഷ്ടങ്ങൾ വരുന്ന സമയത്ത് EMI അടയ്ക്കാൻ വേണ്ടിയിട്ട്, ഇൻട്രസ്റ്റ് അടയ്ക്കാൻ വേണ്ടിയിട്ട് പണയം വെച്ചതാണ്. വെച്ച സമയത്ത് ഇവർക്ക് രണ്ടുപേർക്കും, ഭാര്യ ഭർത്താക്കന്മാർക്കും ഒരേപോലെ ഉണ്ടായിരുന്നു, ഇത് പോയി ഇതിന് തിരിച്ചു കിട്ടലില്ല എന്നുള്ള മനസ്സോട് കൂടിയിട്ടാണ് വെച്ചതെങ്കിലും ഇവര് വെസ്റ്റീജിൽ നിന്ന് ഉണ്ടാക്കിയ പൈസ കൊണ്ട് ആ ഗോൾഡ് തിരിച്ചെടുത്ത് വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. രണ്ടുപേരും ഒരുപോലെ കരയുകയായിരുന്നു. ഇവര് നമ്മള് വണ്ടി ഓടിക്കുമ്പോൾ വന്നിട്ടാണ് 2 വീലറിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് 2 കുട്ടികളൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് ഇപ്പൊ ഒരു യാത്ര ചെയ്യുന്നത് മാസത്തിൽ 1-2 പ്രാവശ്യം ഫ്ലൈറ്റില് ഇവർക്ക് ഒരുമിച്ച് ട്രാവൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത്രയധികം ലൈഫിൽ മാറ്റം ഉണ്ടായി. പിന്നീട് ക്യാബ് ഡ്രൈവറായിട്ട് നിന്ന സമയത്ത് ഹോട്ടലില് 7 സ്റ്റാർ ഹോട്ടലില് കസ്റ്റമേഴ്സിനെ പിക്ക് ചെയ്യാനും ഡ്രോപ്പ് ചെയ്യാനും പോയിരുന്ന അതേ ഹോട്ടലില് ഇന്ന് ഇവര് ഭക്ഷണം കഴിക്കാനായിട്ട് പോകുന്നുണ്ട്. 7 സ്റ്റാർ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെയധികമാണ്. ഇത്രയധികം ലൈഫിൽ മാറ്റം ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. എവിടെയോ ഉണ്ടായിരുന്ന ഇവരുടെ ലൈഫ് ഇപ്പോ ഇത്രയധികം മാറ്റം ഉണ്ടാക്കാനായിട്ട് ഫാമിലി ഒരുമിച്ച് എൻജോയ് ചെയ്യാനായിട്ട് ഇപ്പോ സാധിക്കുന്നുണ്ട്. ജി
സോറി ये तो मैंने बताना ही भूल गया, സോറി गाड़ी का मैंने भूल गया. तो ആദ്യം ഇവര് ബ്രസ കാർ ആയിരുന്നു കിട്ടുക, ആദ്യം അത് അവർ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കാർ അവർ വാങ്ങിച്ചു ഹോണ്ട അമേസ് ആണ്, ടോപ്പ് എൻഡ് മോഡലാണ് വാങ്ങിച്ചത്. അങ്ങനെ കടങ്ങളിൽ നിന്ന് സ്വപ്നങ്ങൾ യാഥാർത്ഥ്യം വന്ന ഒരു ലൈഫിലേക്ക് ഇവർക്ക് മാറാനായിട്ട് സാധിച്ചു. उसके बाद हम कभी इंडिया छोड़ के बाहर नहीं गए थे, मगर यहाँ पे वेस्टिज के फॉरेन ट्रिप से हम फॉरेन ट्रिप मलेशिया भी जा चुके हैं, स्टार क्रूज में भी गए थे हम। यहाँ पे फॉरेन ट्रिप में जो स्टार क्रूज है, यहाँ पे इतना एंजॉय करे हम लोग, 4 दिन 3 दिन का 3 नाइट 4 डेज था, बहुत अमेजिंग ट्रिप था हमारा मलेशिया का। फिर उसके बाद हम बैंकॉक, तब ये मलेशिया स्टार क्रूज में हम हमारे अपलाइन के साथ टॉप फ्लोर में 12th फ्लोर में बैठे थे, राइट। वहां पे हम एंजॉय कर रहे थे रात में 12 बजे। अब यहाँ टाइम देख सकते हैं, नीचे फोटो पे टाइम भी दिख रहा होगा आपको, राइट। तो उसके बाद हम पटाया भी जा चुके हैं, पटाया ट्रिप भी जा चुके हैं, यहाँ पे पीछे दिख रहा है पटाया, राइट। तो थाईलैंड में हम समुद्र में एंजॉय कर रहे थे बीच में। और इसके साथ ये गोवा का ट्रिप भी है, हम फैमिली के साथ गोवा ट्रिप भी जा चुके हैं। तो हमारी लाइफ एक टाइम पे कार लेने के लिए जब बैंक वाले आते तो लोन इतने साइन करना पड़ता था, इतना साइन करना 50 40 50 60 सिग्नेचर करना पड़ता था एक गाड़ी का लोन के लिए। मगर आज हम वही सिग्नेचर हमारा ऑटोग्राफ में चेंज हुआ है, ये बिकॉज ऑफ ओनली वेस्टिज और विनिंग टीम एजुकेशन सिस्टम 10 कोर स्टेप सिस्टम पवर. ഓക്കെ, സി ഇപ്പൊ മുമ്പ് പറഞ്ഞു ലൈഫില് ഇപ്പൊ ഹോട്ടലിന്റെ കേസ് പറഞ്ഞു, കാറിന്റെ കേസ് പറഞ്ഞു. ഒരിക്കലും ഇന്ത്യ വിട്ടു പോവാത്ത ഇവർ ഇപ്പോ മലേഷ്യ ഒരു ട്രിപ്പ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞാല് പിന്നെ ബാങ്കോക്ക് ട്രിപ്പ് പോയിട്ടുണ്ട്, സ്റ്റാർ ക്രൂയിസ് ഷിപ്പ് പോയിട്ടുണ്ട്. ഷിപ്പിന്റെ ട്രിപ്പ് വളരെ അമേസിംഗ് ആയിരുന്നു. എല്ലാ ടീമിൽ നിന്ന് പോയിട്ടുള്ള ആൾക്കാർ, ആ ഫോട്ടോയിൽ നിങ്ങൾക്ക് സമയം കാണാം, നൈറ്റ് 11:23 രാത്രിയാണുള്ളത്. പട്ടായ ഫോട്ടോ 12ാമത്തെ ഫ്ലോർ ആണ്, ടോപ്പ് ഫ്ലോർ എന്ന് പറഞ്ഞാൽ 12th 12ാമത്തെ ഫ്ലോറിലാണ് ഇവർ ഇരുന്നിട്ട് എൻജോയ് ചെയ്യുന്നത്. രാത്രി 11:41 ഈ ഫോട്ടോ എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ പട്ടായ പോയിട്ടുണ്ട്, ഫാമിലിയുടെ കൂടെ ഗോവ ട്രിപ്പിന് പോയിട്ടുണ്ട്. ഇങ്ങനെ ലൈഫില് വളരെയധികം ചേഞ്ചസ് ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. മുമ്പ് കാറ് ലോൺ എടുക്കുന്ന സമയത്ത് ഏകദേശം ഒരു 30-40 ഒപ്പുകൾ ഇട്ടിട്ടാണ് ഒരു ലോൺ തരിക. കെഞ്ചിട്ടാണ് വാങ്ങിക്കുക, അതിന് അവർ അത്രയധികം ഒപ്പുകൾ വാങ്ങിക്കും. പക്ഷെ ഇന്ന് ഇത്രയധികം ഒപ്പുകൾ ഓട്ടോഗ്രാഫ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഓരോരുത്തർ വന്ന് അവരുടെ സക്സസ് പ്രൊഫൈൽ ഓട്ടോഗ്രാഫ് ആയിട്ടാണ് വാങ്ങിക്കുന്നത്. വിന്നിംഗ് ടീമും വെസ്റ്റീജിന്റെയും വിന്നിംഗ് ടീം സിസ്റ്റം വളരെ ശക്തമായിട്ട് ഫോളോ ചെയ്തത് കൊണ്ടാണ് എന്റെ ജീവിതത്തിൽ ഇത്രയധികം മാറ്റം ഉണ്ടാക്കാനായിട്ട് സാധിച്ചത്. ജി സർ. जी सर, तो यही मैं आपको बताना चाह रहा हूँ, क्योंकि आप अगर डिसीजन लेके काम करेंगे तो 100% यहाँ पे आप देख सकते हैं हम एक टाइम पे क्या थे, आज हमारी लाइफ कहाँ से कहाँ पे बदली है। तो एक ही है, हमारे अंदर कॉन्फिडेंस था, विनिंग सिस्टम को फॉलो कर रहे थे, 10 कोर स्टेप्स को फॉलो कर रहे थे, कार्डिनल रूल को फॉलो कर रहे थे, स्टीव हरिल सर जो सिस्टम बताते उसको हम फॉलो करते 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 आज हमारी लाइफ बदली है कंप्लीटली। आपको पता है 24 लाख का जो खर्चा था वो इंटरेस्ट को बढ़ते 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 39 लाख हो चुका था। अभी उसको हम वापस देते देते ऑलमोस्ट ये साल पूरा खर्चा खत्म कर दे रहे हैं हमारा। फिर उसके बाद नेक्स्ट ईयर कम से कम 1.5 से 2 करोड़ का घर में प्लान करने वाला हूँ। तो कहाँ से कहाँ पूरा लाइफ बदला है। വിന്നിംഗ് ടീമിന്റെ സിസ്റ്റം വളരെ ശക്തമായിട്ട് ഫോളോ ചെയ്തുകൊണ്ടാണ് ലൈഫിൽ ഇത്രയധികം മാറ്റങ്ങൾ ഉണ്ടായത്. എവിടുന്ന് എവിടെ വരെ നിങ്ങൾ കണ്ടു. മുമ്പ് 25-24 ലക്ഷം ഉണ്ടായിരുന്ന കടം കേറി 39 ലക്ഷം വരെ എത്തി. പക്ഷെ പ്രത്യേകം എന്ന് പറയട്ടെ, വിന്നിംഗ് ടീമിന്റെ സിസ്റ്റത്തോടു കൂടി ഫോളോ ചെയ്തിട്ട് ഈ കൊല്ലം ആ കടം പരിപൂർണമായിട്ടും വീട്ടുകയാണ്, കംപ്ലീറ്റ് ആയിട്ട് വീട്ടുകയാണ്. ഈ കൊല്ലം അവസാനത്തോട് കൂടിയിട്ട് അദ്ദേഹം കടങ്ങൾ വീട്ടുന്ന വ്യക്തിയാണ്. ഇനി അടുത്ത ഗോള് നെക്സ്റ്റ് ഇയർ 1.5 കോടി വില വരുന്ന ഒരു വീട് വാങ്ങിക്കുക എന്നുള്ളതാണ്. ശക്തമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ബ്ലൈൻഡ് ഫോൾഡ് ആയിട്ട് ഒരിക്കലും എന്താണ് SP സാർ പറയുന്നത്, എന്തിനാണ് പറയുന്നത് ഞാൻ ചോദ്യം ചെയ്യാനോ ഒന്നിനും നിന്നിട്ടില്ല. വിന്നിംഗ് ടീം സിസ്റ്റം എന്താണോ പറയുന്നത് അത് അതിശക്തമായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതാണ് എന്റെ ബിസിനസിന്റെ വിജയ രഹസ്യം. ജി. तो मैं फाइनली एक ही बात बताना चाह रहा हूँ, तो फ्रेंड्स अब जब काम कर रहे हैं तो उसको काम को स्पीड से कीजिए। अगर आप धीरे धीरे करेंगे ना, तो मैं आपको एक छोटा एग्जांपल बताऊंगा। जब बारिश जो होती है ना, तो बारिश के पानी में भी पानी होता है। जब बारिश आए तो हम लोग क्या करते हैं, उससे खेलते हैं, एंजॉय करते हैं। मगर जब तूफान आता है तो तूफान के पानी में भी पानी होता है, मगर बारिश के पानी से हम लोग खेलते हैं, तूफान के पानी से हमारे से खेलता है तूफान का पानी। क्यों? क्योंकि दोनों के बीच में एक ही है स्पीड। बारिश का पानी स्लो होता है तो हम खेलते हैं,
तूफान का पानी स्पीड आता है वो हमसे खेलता है। तो अगर इस बिजनेस में आप अगर स्लोली काम करेंगे ना, तो लोग आपको बताएंगे उंगली उठा के, क्या हुआ तुम्हारा मर्सिडीज, क्या हुआ तुम्हारा करोड़पति, क्या हुआ तुम्हारा घर, ये पूछेंगे। अगर आप स्पीड काम करेंगे ना, तो लोग आपको फॉलो करेंगे, आप DUCD बनेंगे, आप एक एग्जाम्पल क्रिएट कर सकते हैं। स्पीड बहुत इंपॉर्टेंट है। चैलेंजेस तो आएंगे, 100% आएंगे। आप जो काम कर रहे हैं उसमें चैलेंजेस नहीं है क्या? चैलेंजेस है, और थोड़ा चैलेंजेस बढ़ जाएंगे। भगवान भी आपको चेक कर रहे हैं कि आप क्राउन बनने के लायक है क्या नहीं, आप DUCD बनने के लायक है क्या नहीं, भगवान चेक कर रहे हैं। तो हमको सीरियसली मैसिवली काम करना चाहिए, 100% या सब लोग सक्सेस हो सकते हैं। ഓക്കെ, ഞാൻ വിജയിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രഹസ്യമാണ് ഇവിടെ പറയുന്നത്. ഈ രഹസ്യം മറ്റൊന്നല്ല, നിങ്ങൾ പണിയെടുക്കുമ്പോൾ സ്പീഡോടുകൂടി പണിയെടുക്കണം. മാസീവ് ആക്ഷൻ, മാസീവ് സ്പീഡ്. നിങ്ങൾ ആലോചിച്ച് നോക്കാം, മഴ പെയ്യുന്ന സമയത്ത്, ചെറിയ മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ വെള്ളത്തുള്ളികൾ കൊണ്ട് കളിക്കും. പക്ഷെ അതേ സമയത്ത് കൊടുങ്കാറ്റാണ് വരണമെങ്കിൽ ആ വെള്ളത്തുള്ളികൾ നമ്മളെ കൊണ്ട് കളിക്കും. എന്നുവെച്ചാൽ അവര് നമ്മളെ തട്ടിക്കളിക്കും. ഇതേപോലെ തന്നെയാണ് ഈ ബിസിനസ്സും. നിങ്ങൾ വളരെ സ്ലോയിൽ ചെയ്യുന്ന സമയത്ത് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോസ്പെക്ട്സ് നിങ്ങളെ കളിയാക്കും. എന്തായി നിങ്ങളുടെ മെഴ്സിഡീസ്, എന്തായി ഇത് എന്നുള്ള രീതിയിൽ നിങ്ങളെ കളിയാക്കും. പക്ഷെ നിങ്ങൾ വളരെ ശക്തമായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അവർ സൈലന്റ് ആയിരിക്കും, അവർ നിങ്ങളെ വാച്ച് ചെയ്യും. കാരണം നിങ്ങളുടെ സക്സസ് ആയിരിക്കും അവർക്ക് മറുപടി കൊടുക്കുന്നത്. പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, പ്രശ്നങ്ങൾ ഇല്ലാത്ത ഏത് സ്ഥലമാണുള്ളത്? എല്ലാ ബിസിനസ്സിലും പ്രശ്നമുണ്ട്. പക്ഷെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ദൈവം നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ദൈവം ചെക്ക് ചെയ്യുകയാണ്, നിങ്ങൾ ക്രൗൺ ആവാനുള്ള അർഹതയുണ്ടോ, നിങ്ങൾക്ക് ക്രൗൺ ആവാനുള്ള കാര്യങ്ങൾ ആവേണ്ടതുണ്ടോ എന്നുള്ള രീതിയിൽ ദൈവം നിങ്ങളെ ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. जी, ये बिजनेस में ज्यादा लॉजिक कुछ भी नहीं है, सिंपल एक ही बात है। लास्ट में क्लोज करने से पहले एक बात बताऊंगा, अपलाइन को पूछो कैसे, डाउनलाइन को बताओ ऐसे, बीच में कमाओ पैसे। हमारा दिमाग को यूज करना ही नहीं है, बस अपलाइन के दिमाग को यूज करना है, 100% हम DUCD बन जाएंगे। ഓക്കെ, അപ്പൊ ലാസ്റ്റ് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബിസിനസ്സിൽ ഒരു ലോജിക്കും ഉപയോഗിക്കേണ്ടതില്ല. അപ്ലൈൻസ് പൂച്ചോ കേസെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കേണ്ടത് അപ്ലൈൻ്റെ അടുത്ത് ചോദിക്കുക എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഡൗൺലൈൻസെ ബോലോ ഏസെ, എന്താണോ അപ്ലൈൻ പറഞ്ഞത് അത് ഡൗൺലൈൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുക. ബീച്ച് മേ ആപ് കമാവോ പൈസെ, ഇടയിൽ നിങ്ങൾ പൈസ സമ്പാദിക്കൂ. അപ്ലൈൻ്റെ അടുത്ത് ചോദിക്കൂ, അത് ഡൗൺലൈന് പറഞ്ഞു കൊടുക്കൂ, ഇടയിൽ നിങ്ങൾ പൈസ സമ്പാദിക്കൂ. ഈ ബിസിനസ് വളരെ ഈസിയാണ്. ബ്രെയിൻ നിങ്ങൾ ചിന്തിക്കേണ്ടതില്ല, സിസ്റ്റം അത്രയും ശക്തമായിട്ട് ഫോളോ ചെയ്യുക. थैंक यू सो मच, रियली बहुत अच्छा लगा आप लोगों से बात करके। बस आज के जो मेरे से आप अगर सोच के डिसीजन लेके एक दिन DUCD बनेंगे तो मेरे को बहुत खुशी होती है, क्योंकि मैं जब कुछ लोग बताना नहीं चाहते हैं क्योंकि इतना डेप्थ में, मगर मैं इसलिए बताना चाह रहा हूँ कि अगर मेरी स्टोरी से कुछ लोगों की लाइफ डिसीजन, मैं किसी की स्टोरी से डिसीजन लेके काम करा, अगर मेरे स्टोरी से कोई अगर डिसीजन लेके DUCD बनते हैं तो मैं बहुत खुश हो जाता हूँ। थैंक यू, विश यू वेल। യെസ്, പല ആൾക്കാർക്കും തോന്നും ഇത്രയും ഡെപ്തിൽ സ്റ്റോറി പറയേണ്ടതുണ്ടോ എന്നുള്ളത്. പക്ഷെ പ്രത്യേകം മനസ്സിലാക്കുക, വേറൊരു വ്യക്തിയുടെ സ്റ്റോറി കേട്ടിട്ടാണ് ഞാനൊരു തീരുമാനം എടുത്തതെങ്കിൽ, എന്റെ സ്റ്റോറി കേട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തി തീരുമാനമെടുത്ത് വിജയിക്കാൻ സാധിച്ചാൽ ഞാൻ കൃതാർത്ഥനാണ്. അപ്പോ ആ രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വിജയം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. तो थैंक यू सो मच. मुझे लग रहा है कि सॉरी, अरे हिंदी बोल रहा हूँ. അരെ നമ്മളെല്ലാവരും ഡെഫിനറ്റ്ലി നല്ലൊരു കൈയ്യടി കൂടിയിട്ട് നമുക്ക് സലീം സാറിന് വളരെ നന്ദി പറയേണ്ടതാണ്. സലീം ജി, आप पूरे केरला से आपको धन्यवाद. ये जो लोग हैं, मैंने सिर्फ ये सब लोगों को मैंने इनवाइट किया, ये सब कोर लोगों को इनवाइट किया है, क्योंकि बाकी लोगों को ना डाइजेस्ट नहीं होगा कि आप किस तरीके से काम किया है. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ഈ മീറ്റിംഗിന്റെ പോസ്റ്റർ ഇട്ട സമയത്ത് പ്രത്യേകം പറഞ്ഞിരുന്നു, സീരിയസ് ആയിട്ടുള്ള ആൾക്കാർ മാത്രം ഇത് അറ്റൻഡ് ചെയ്താൽ മതി. പക്ഷെ ആലോചിച്ച് നോക്കുക, ഏത് ഡെപ്തിൽ അല്ലെങ്കിൽ മൈൻഡ് സെറ്റിലാണ് ഇദ്ദേഹം വർക്ക് ചെയ്തിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ പ്രവർത്തന രീതി, പ്രൊഡക്റ്റ് ഇല്ലെങ്കിൽ പ്രൊഡക്റ്റ് സ്റ്റോക്ക് ചെയ്യുക, ഒരു സംശയത്തിന്റെ ഒരു കണിക പോലും ഇല്ലാതെ ഇദ്ദേഹം എന്ത് പ്രവർത്തനത്തിൽ ഇറങ്ങുമ്പോൾ ഫോട്ടോ എടുക്കുന്നത് ഞാൻ DUCD ആകും എന്നുള്ളതിന്റെ ഒരു സംശയം പോലും ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ഇദ്ദേഹം ഫോട്ടോ എടുത്തത് ഞാൻ DUCD അമ്മന്റെ സ്റ്റോറി പറയാൻ വേണ്ടിയിട്ട് ഈ ഫോട്ടോന്റെ ആവശ്യം ഉണ്ടാകും എന്നുള്ളതുകൊണ്ടാണ്. ഇത്ര കമ്മിറ്റ്മെന്റോടുകൂടി വർക്ക് ചെയ്യുന്ന, ഇത്രയും കോൺഫിഡൻസോടുകൂടി വർക്ക് ചെയ്യുന്ന, ഇത്രയും ആലോചിക്കാതെ വർക്ക് ചെയ്യുന്ന, പ്രത്യേകം ശ്രദ്ധിക്കുക, ആലോചിക്കുന്നതാണ് പലപ്പോഴും നമുക്ക് പ്രശ്നം വരുന്നത്. സോ ഇത്രയും മാസീവായിട്ട് വർക്ക് ചെയ്തുകൊണ്ടാണ് ഏത് ബോട്ടത്തിൽ നിന്ന് ഏത് ഹൈറ്റിലേക്ക് അദ്ദേഹത്തിന് എത്താൻ സാധിച്ചു എന്ന് പറയട്ടെ. ഈവൻ ഇൻക്ലൂഡിങ് ഞാൻ പോലും പറയട്ടെ, इദ്ദേഹത്തിന്റെ सेशन आद्यमाയിട്ട് मैं उनसे कह रहा था कि जब आपने पहली बार मुंबई आए थे, मुंबई टीम के लिए सेशन किया था, मैं भी हिल गया था कि मेरे अंदर भी ना बहुत ज्यादा कारण मैंने ढूंढ के रखा था कि किसके कारण बिजनेस नहीं हो रहा है, और सब कारण को आपके तूफान ने लेके गए और कुछ बचा नहीं था.
So ഞാൻ പോലും പേഴ്സണലി വളരെയധികം കാരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിക്കുന്ന രീതിയിൽ എന്തുകൊണ്ട് ബിസിനസ് നടക്കുന്നില്ല എന്നുള്ള പല കാരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇദ്ദേഹത്തിന്റെ സെഷൻ ബോംബെയിൽ ആദ്യമായിട്ട് ഞാൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോ അതൊരു കൊടുങ്കാറ്റായിട്ട് എന്റെ മനസ്സിലെ എല്ലാ എക്സ്ക്യൂസസിനെയും എടുത്തു കളഞ്ഞു. സോ നമ്മുടെ മുമ്പിൽ കൃത്യമായിട്ട് പറയട്ടെ, നമ്മുടെ ഓരോരുത്തരുടെയും സക്സസ് ആണ് ഇനി അഭികാമ്യം അല്ലെങ്കിൽ അത്യാവശ്യം. മാസീവ് ആക്ഷന്റെ പ്രാധാന്യം ഇതിൽ കൂടുതൽ ഇനി പറഞ്ഞു തരാൻ ഒരു എക്സാമ്പിൾ വേണം എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഇപ്പോഴത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് വിന്നിംഗ് ടീമിന്റെ സിസ്റ്റം ഇപ്പൊ പ്രതിപാദിക്കുന്നുണ്ട് ആക്സലറേറ്റർ. നമ്മൾ ഈ ഇവന്റിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ള 103 പേരും ഇപ്പൊ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന 103 പേരും സെൽഫ് കമ്മിറ്റ്മെന്റ് എടുക്കുന്നതാണ് ദാറ്റ് ഐ വിൽ ബി എ ആക്സലറേറ്റർ. 10 ഹോം മീറ്റിംഗ് ഇൻ എ വീക്ക്, കോർ ആയിരിക്കുക, 10 ഹാപ്പി കസ്റ്റമേഴ്സ് ആൻഡ് ഗോ ഗെറ്റർ, 500 PV സർക്കിൾ. ഈ കാര്യങ്ങള് ഒരു തരത്തിലും സംശയമില്ലാതെ ഫോളോ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഡെഫിനറ്റ്ലി DUCD എന്ന് പറയുന്നത് നിങ്ങൾക്ക് വിദൂരമല്ല. സലീം സാറിന് വളരെ സിമ്പിൾ സ്റ്റെപ്പോട് കൂടിയിട്ട് പക്ഷെ മാസീവ് ആയിട്ടുള്ള ആക്ഷനോട് കൂടിയിട്ട് DUCD ആവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കാകാൻ പറ്റുമോ ഇല്ലെന്ന് എന്തെങ്കിലും സംശയമുണ്ടോ? എന്തെങ്കിലും സംശയമുണ്ടോ? യെസ് ഓർ നോ? ആ സംശയം ഈ നിസ്സംശയമായിരിക്കണം നമ്മുടെ പ്രവർത്തനം. സലീം സാർ, पूरा केरला में आपका हमेशा स्वागत है. मैं आपको हमारे परिवार നമുക്ക് തീർച്ചയായും ഫിസിക്കലി സലീം സാറിന് ഒരു പ്രാവശ്യം കിട്ടിക്കഴിഞ്ഞാൽ, ഇതിപ്പോ ഡിജിറ്റലി കിട്ടിയതിന്റെയാണ്, ഫിസിക്കലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉഷാറാക്കണം. सो हम कहेंगे कि अगला गोक्राउंड हमारा फैमिली रियूनियन आ रहा है. अगर आप आएंगे तो हमारी इट विल बी वेरी ग्रेटफुल फॉर अस कि आप आएंगे. तो आपको ना, क्योंकि ये डिजिटली मिला है, अगर आप फिजिकली मिलेंगे तो भी ये पूरा भरोसा, मतलब वो फीलिंग आएगा, फीलिंग अलग है. तो डेफिनेटली मैं कहूंगा कि आपके इस सेशन के द्वारा केरला में पूरा जबरदस्त मोमेंटम आएंगे. तो पूरा केरला, ये जो मेरे परिवार है, आपको धन्यवाद से हमेशा जिंदगी पर मतलब धन्यवाद कहेंगे. वी विल बी थैंकफुल फॉर यू टू लाइफ टाइम. ठीक है, हम विनिंग टीम सर्वर है सर, ऐसा कुछ नहीं है. 100% कोशिश करेंगे. थैंक यू सर. ഇതാണ് വിന്നിംഗ് ടീമിന്റെ കൾച്ചർ. വിന്നിംഗ് ടീം സെർവർ ആണ്. എപ്പോ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഡെഫിനറ്റ്ലി നമുക്ക് നോക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഹൈദരാബാദിൽ FRU നടക്കുന്നുണ്ട് 15, 16, 17, 18. യെസ് നാ സലീം സർ? യെസ്, സെപ്റ്റംബർ 16, 17, 18 ഹൈദരാബാദ് നടക്കുന്നുണ്ട്. നമുക്ക് ആ സമയത്ത് ഇവിടെ യൂത്ത് എംപവർമെന്റിന്റെ പ്രോഗ്രാം ഇവിടെ നടക്കുന്നുണ്ട്. സോ എനിവേ, ഒരു മാമാങ്കമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ മാമാങ്കം നമുക്ക് കേരളത്തിൽ ഇവിടെ നടത്തണം. ഇദ്ദേഹത്തിന്റെ ടീമിൽ ഓരോരുത്തരെ കാണിച്ചിട്ട് 2 ലക്ഷം വാങ്ങിക്കുന്നു, 1 ലക്ഷം വാങ്ങിക്കുന്നു, 70,000 വാങ്ങിക്കുന്നു, 80,000 വാങ്ങിക്കുന്നു, 5,40,000 വാങ്ങിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ, सलीम जी, जैसे आपने कहा कि आपके लोग 2 लाख कमा रहे हैं, 50 कमा रहे हैं, 5 लाख कमा रहे हैं, हम आपको वादा करते हैं कि 1 साल के अंदर जब आप केरला आएंगे, मैं आपको बताऊंगा, ये जो प्रवीण है, ये जो 2 लाख कमा रहा है, ये जो अनीश है, ये जो 3 लाख कमा रहा है, ये जो शुभा है वो 5 लाख कमा रही है. सो डेफिनेटली हम आपके साथ रहेंगे, आपको धन्यवाद रहेंगे. तो विद दिस, थैंक यू सो मच फ्रेंड्स. ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു, നിങ്ങൾ ഉറങ്ങരുത്, ദയവ് ചെയ്തിട്ട് ചിന്തിക്കണം. എന്ത് ഇനിയൊരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് നിങ്ങളുടെ വിജയം ഇതുപോലെ ചർച്ചാ വിഷയമാവത്തക്ക രീതിയിൽ ഒരു 7ാം ക്ലാസ് എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത വ്യക്തിക്ക് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ആക്ഷനെ കൊണ്ട് ചിന്തിക്കാതെ പ്രവർത്തിക്കാൻ ഒരു DUCD ആവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, വൈ നോട്ട് യു? നിങ്ങൾക്ക് എന്തുകൊണ്ട് സാധിക്കില്ല? ചിന്തിക്കണം, തീരുമാനം എടുത്തിട്ട് വേണം ഉറങ്ങാൻ. തീരുമാനം എടുക്കാതെ ഇന്ന് ആരെങ്കിലും ഉറങ്ങുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ പറയും, അത് പിന്നെ നിങ്ങൾ DUCD എന്താവാത്തതെന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല, ടെൻഷൻ അടിക്കേണ്ട. പക്ഷെ തീരുമാനം എടുത്തിട്ടുള്ള ആൾക്കാർ ഡെഫിനറ്റ്ലി അപ്ലൈനുമായിട്ട് സംസാരിക്കുക. നാളെ എന്നുള്ളൊരു ദിവസം സുപ്രഭാതത്തിൽ വരുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ദിവസമായി മാറിയിരിക്കണം. ആ രീതിയിലായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ, നിങ്ങളുടെ ആക്ഷൻ. നിങ്ങൾ ഡെയിലി പ്ലാൻ ചെയ്യുക, പ്രയോറിറ്റി സെറ്റ് ചെയ്യുക. നിങ്ങളെ സംബന്ധിച്ചുള്ള നെക്സ്റ്റ് 1 ഇയർ 1 lakh അച്ചീവ് ചെയ്യുന്നത് വരെ ടോപ്പ് പ്രയോറിറ്റി ബിസിനസ്സിന് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ശക്തമായിട്ട് മൂവ് ചെയ്യാം. നിങ്ങളുടെ സക്സസ് ആണ് പ്രവീൺ സാറിനുള്ള നന്ദി. हमारे सक्सेस जो है वो आपके थैंक्स रहेंगे, मतलब it is a reward for you. Okay, तो डेफिनेटली നിങ്ങൾ സ്റ്റേജിൽ കയറിയിട്ട് പറയുന്ന സമയത്തായിരിക്കണം സലീം സാറിന്റെ സെഷൻ ആണ് എന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ മാറ്റം കൊണ്ടുവന്നതെന്നൊരു जब पूरा केरला में कोई भी सक्सेस होगा, हम स्टेज में आके कहेंगे कि आपका जो सेशन है हमारी जिंदगी में बहुत ज्यादा परिवर्तन लेके आया. बस सब जगह होना है, बस वही ब्लेसिंग्स, वही भगवान को प्रेयर करता हूँ सर.
जरूर, जो आप हैदराबाद में जो हंगामा कर रहे हैं, हम केरला में करके ही रहेंगे, कोई शक नहीं उसमें। हो चुका सर. हो चुका, യെസ്. ഇവര് ഹൈദരാബാദ് ചെയ്യുന്ന മാമാങ്കം നമുക്ക് ഇവിടെ അതിനപ്പുറത്തെ കളി നമുക്ക് കളിച്ച് കാണിച്ചു കൊടുക്കണം. ഓക്കെ, ആർ യു റെഡി? Yes. സോ ഓക്കെ ഫ്രണ്ട്സ്, ഇന്ന് സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞ പ്രത്യേകം ശ്രദ്ധിക്കുക, ടേക്ക് എ സ്ട്രോങ് ഡിസിഷൻ ബിഫോർ യു സ്ലീപ് ആൻഡ് കണക്ട് വിത്ത് യുവർ അപ്ലൈൻ. അപ്ലൈനായിട്ട് സംസാരിക്കുക. നാളത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ പുതിയൊരു ജന്മത്തിന്റെ ആദ്യത്തെ ദിവസമായി മാറട്ടെ. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ് ആൻഡ് thank you, Salim sir. Thank you so much, and we ending up the session here. Thank you, sir. Thank you. Thank you. Have a nice day. Good night. Good night. Subhi leaders.